വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. പല പല പെൺകുട്ടികളെ മാറി മാറി പ്രേമിച്ച് പക്ക പ്ലേ ബോയ് ആയി നടന്ന ടൈൻ എന്ന പയ്യൻ അവന്റെ ലൈഫിലുണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സരാവത്ത് എന്ന ഹോട്ട് ഗായുമായി ഫേക്ക് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാവുകയും പിന്നീട് പിരിയാനാകാത്ത വിധം അടുത്ത് റിയൽ കപ്പിളാവുകയും ചെയ്യുന്ന ഒരു വേറിട്ട ബോയ്സ് ലവിന്റെ കഥ പറഞ്ഞ് 2020 ഇറങ്ങിയ ഒരു തായ് സീരീസാണ് ടുഗദർ. ഈ സീരീസിന്റെ ലോകം മുഴുവനുള്ള പോപ്പുലാരിറ്റി കാരണം ആരാധകരുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് അനുസരിച്ച് 5 എപ്പിസോഡുകളുള്ള ഒരു സീസൺ 2 കൂടി 2020 തന്നെ പുറത്തിറങ്ങി. അതേ തുടർന്ന് 2 സീരീസിലെയും മെയിൻ സ്റ്റോറി ഉൾപ്പെടുത്തി ഒരു മൂവിയും പുറത്തിറങ്ങുകയുണ്ടായി. ആ മൂവി വെർഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. സീരീസിലില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ കൂടി മൂവിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീരീസ് കണ്ടവരാരും സരാവത്തിനെയും ടൈനിനെയും ഒരിക്കലും മറക്കില്ല. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഡ്രസ്സപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈനിന്റെ അരികിലേക്ക് ആൾറെഡി ഡ്രസ് ചെയ്ത് റെഡിയായ സരാവത്ത് ചെന്നിട്ട് എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. തരക്കേടില്ല എന്ന് ടൈൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും റെഡിയായിട്ട് നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്, ഞാൻ ഇനി ഇത് മാറ്റാനൊന്നും പോകുന്നില്ല എന്ന് അവൻ മറുപടി നൽകുന്നു. നമ്മളിപ്പോൾ ടൈനിനെയും സരാവത്തിനെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതാണ്. ഇത് അവരുടെ കഥയാണ്. അവരെങ്ങനെയാണ് ഇത്ര സക്സസ്ഫുൾ ആയ ഒരു പ്രണയത്തിലായത് എന്നറിയണ്ടേ? അതിന് കുറെ വർഷങ്ങൾ പിറകിലേക്ക് പോകാം. കുറെ പെൺകുട്ടികൾക്കൊപ്പം യൂണിഫോം ധരിച്ചുകൊണ്ട് ടൈൻ ഓടി വരികയാണ്. അവൻ ചെന്ന് നിന്നത് സരാവത്തിന്റെ മുന്നിലാണ്. അന്നാണ് അവർ തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്. അവൻ അങ്ങനെ പെൺകുട്ടികളെ എല്ലാം തോൽപ്പിച്ച് സരാവത്തിന്റെ അരികിലേക്ക് ഓടിയെത്താൻ തക്കതായ ഒരു കാരണമുണ്ട്. കുറച്ച് ദിവസം മുമ്പ് കോളേജിൽ വെച്ച് അവനൊരു ലവ് ലെറ്റർ കിട്ടി. പക്ഷെ അത് ആരാണ് എഴുതിയത് എന്ന് അവൻ അറിയില്ല. എഴുത്തിന്റെ ഉടമയെ അന്വേഷിച്ച് അതിലെഴുതിയിരുന്ന സ്ഥലത്തെത്തിയ ടൈൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്കരികിലേക്ക് ചെന്ന് അവളായിരിക്കും ആൾ എന്ന് കരുതി സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവനെ പരിഹസിക്കുന്ന വിധത്തിൽ സംസാരിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ആരായിരിക്കും ഇത് എഴുതിയത് എന്ന് സംശയിച്ചു നിൽക്കുമ്പോഴാണ് ഒരു പയ്യൻ നാണം കുണുങ്ങി അവൻ്റെ അടുത്ത് വന്ന്, ഞാനാണ് ആ കത്തെഴുതിയത്, എൻ്റെ പേര് ഗ്രീൻ എന്നാണ്, ഞാൻ ഹ്യൂമാനിറ്റീസിൽ പുതുതായി ജോയിൻ ചെയ്തതാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ഒരു ഗിഫ്റ്റ് നീട്ടിയത്. പ്രതീക്ഷിച്ച പെൺകുട്ടിക്ക് പകരം ആണിനെ കണ്ടതിന്റെ ചമ്മലിലൂടെ ടൈൻ ഗിഫ്റ്റ് വാങ്ങിയപ്പോഴാണ് ടൈനിനെ ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഗ്രീൻ പറഞ്ഞത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്ന് ടൈൻ അപ്പോൾ തന്നെ പറഞ്ഞെങ്കിലും ഗ്രീൻ വിടാനുള്ള ഭാവമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ടൈനെ അവൻ വിടാതെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ടൈൻ തന്റെ ചങ്ക് ഫ്രണ്ട്സിനോട് എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്ന് അന്വേഷിക്കുന്നു. കൂട്ടുകാർ പറഞ്ഞ ഐഡിയാസ് പലതും അവൻ ട്രൈ ചെയ്ത് നോക്കുന്നു. വേറൊരു പെൺകുട്ടി എന്റെ ഗേൾഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് ഗ്രീനിന് പരിചയപ്പെടുത്തി കൊടുത്തെങ്കിലും അവനത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നീടുള്ള കുറേ ദിവസങ്ങൾ ടൈൻ എവിടെ പോയാലും അവന്റെ പുറകെ ഗ്രീനും ഉണ്ടാവും. അവസാനം ടൈനിന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായി. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുമെന്ന് വരെ അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. അവസാനം അവനെ സഹായിക്കാനായി ഫ്രണ്ട്സ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഗ്രീൻ ടൈനെയും കൊണ്ട് പുറത്ത് കറങ്ങാൻ ക്ഷണിച്ച ദിവസം ടൈനിന്റെ ഫ്രണ്ട് അവന്റെ കയ്യിൽ കുറച്ച് ഉറക്കാനുള്ള പൊടി കൊടുത്തിട്ട് അതെങ്ങനെയെങ്കിലും ഗ്രീനിനെ കൊണ്ട് കുടിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ടൈൻ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയ അവസരം നോക്കി ഗ്രീനിനെ ഒരിടത്ത് നിർത്തിയിട്ട് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാമെന്ന് പറഞ്ഞ് പോകുന്നു. അവൻ 2 കപ്പ് ബ്ലാക്ക് കോഫി വാങ്ങിയിട്ട് അതിലൊന്നിൽ ആ മയക്കുപൊടി ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രീൻ അവനെ അന്വേഷിച്ച അവിടേക്ക് എത്തുന്നു. കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രതീക്ഷിക്കാതെ ഗ്രീനെ കണ്ട പരിഭ്രമത്തിൽ ഏത് ഗ്ലാസ്സിലാണ് പൊടി കലക്കിയതെന്ന് ടൈൻ മറന്നു പോകുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പൊടി കലക്കിയ വെള്ളം കുടിച്ചത് ടൈൻ തന്നെയാണ്. ഗ്രീൻ കാര്യമറിയാതെ ഉറക്കം തൂങ്ങി തുടങ്ങിയ അവനെയും പിടിച്ചുകൊണ്ട് അവിടെ പെർഫോം ചെയ്യാൻ പോവുകയായിരുന്ന ബാൻഡിന്റെ പ്രോഗ്രാം കേൾക്കാൻ ചെന്ന് നിൽക്കുന്നു. അവർ ചെന്നപ്പോൾ സ്റ്റേജിൽ അടുത്ത സോങ് പാടാൻ തുടങ്ങിയത് സരാവത്തായിരുന്നു. ടൈനിന്റെ ഫേവറേറ്റ് ബാൻഡായ സ്ക്രബിന്റെ ടൈനിന് ഏറ്റവും ഇഷ്ടമുള്ള ടുഗദർ എന്ന സോങ് ആയിരുന്നു സരാവത്ത് പാടിയത്. അതുകൊണ്ട് തന്നെ ആ ഉറക്കച്ചടവിലും അവൻ സരാവത്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നാണ് അവൻ ആദ്യമായി സരാവത്തിനെ കണ്ടത്. ഗ്രീൻ സരാവത്തിന്റെ വലിയൊരു ഫാനായിരുന്നതിനാൽ അവനും പാട്ടിൽ ലയിച്ച് നിൽക്കുകയാണ്. താൻ ഉറങ്ങി താഴെ വീണത് പോലും അവൻ ശ്രദ്ധിച്ചില്ല. ആ തക്കത്തിന് ടൈനിന്റെ ഒരു ഫ്രണ്ട് അവനെ ഗ്രീനിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഗ്രീനെ ഒഴിവാക്കാൻ ഇതുവരെ തയ്യാറാക്കിയ പ്ലാൻസ് എല്ലാം ഗംഭീരമായി തകർന്നടിഞ്ഞതിനാൽ ടൈനിന്റെ ഫ്രണ്ട്സ് ഇത്തവണ ഒരു തകർപ്പൻ ഐഡിയ അവന് പറഞ്ഞു കൊടുക്കുന്നു. ഒരു പയ്യനെ തന്നെ ഡേറ്റ് ചെയ്യുക. ടൈൻ അത് കട്ടി ഞെട്ടിയപ്പോൾ നീ ശരിക്കും ഡേറ്റ് ചെയ്യണ്ട, ഡേറ്റ് ചെയ്യുന്നതായി അഭിനയിച്ചാൽ മാത്രം മതി, ഗ്രീനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല, ഇപ്പോൾ നിനക്ക് ഡേറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ആൾ ഇതാണ് എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് അവന് സരാവത്തിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് സരാവത്തിനെ പരിചയപ്പെടുത്താൻ ഫാൻസ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ മറ്റൊരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷനായി വന്നതാണ്, എന്നെ പരിചയപ്പെടാനും വേണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്ന വീഡിയോ അവന് കാണിച്ചു കൊടുത്തത്. ഇവൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പോപ്പുലർ ആണ്. പെൺപിള്ളേർക്കിടയിലെ ഹോട്ട് താരവുമാണ്. അവന് ദിവസവും 100 കണക്കിന് പെൺകുട്ടികളുടെ മെസ്സേജാണ് ചെല്ലാറുള്ളത്. ഇവനെ പോലെയുള്ള ഒരാൾക്ക് ഗ്രീനിന്റെ ഹൃദയം തകർക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഫ്രണ്ട്സ് ടൈനെ ഉപദേശിക്കുന്നു. ഞാൻ അങ്ങനെ അവനെ കൊണ്ട് ഇക്കാര്യം സമ്മതിപ്പിക്കാനാണ് എന്ന് ടൈൻ ചോദിക്കുന്നു. പിന്നീട് അങ്ങോട്ട് സരാവത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ടൈനിന്റെ ഫ്രണ്ട്സിന്റെ പ്രധാന പണി. സരാവത്ത് അധികം ആരോടും അടുക്കാത്ത ടൈപ്പാണെന്നും മറ്റുമുള്ള ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്നു. അവന്റെ ക്ലാസിന്റെ ഷെഡ്യൂൾ ടൈനിന്റെ ഫ്രണ്ട്സിന് കിട്ടിയതിനാൽ അവൻ ക്ലാസ്സിന് വരാനുള്ള സമയമായി. നീ പോകുന്നുണ്ടോ എന്ന് കൂട്ടുകാർ ടൈനോട് ചോദിക്കുന്നു. അങ്ങനെ സരാവത്തിനെ കാണാൻ തയ്യാറായി ടൈൻ അവന്റെ ക്ലാസ് നടക്കുന്നിടത്തെത്തിയപ്പോഴാണ് അവനെ കാണാനായി വന്നിരിക്കുന്നത് ഞാൻ മാത്രമല്ല, കോളേജിലെ പെൺകുട്ടികൾ മുഴുവനും ഉണ്ട് എന്ന് അവന് മനസ്സിലായത്. സരാവത്ത് വരുന്നുണ്ട് എന്നറിഞ്ഞ് എല്ലാവരും കൂടി മത്സരിച്ച് അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങുന്നു. കൂട്ടത്തിൽ ടൈനും
പെൺപിള്ളേരെയൊക്കെ തോൽപ്പിച്ച് ടൈൻ ആദ്യം സരാവത്തിന്റെ മുന്നിലെത്തിയെങ്കിലും സരാവത്ത് അവനെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു. ടൈൻ പുറകിൽ നിന്ന് കുറെ തവണ സരാവത്ത് എന്ന് വിളിച്ചെങ്കിലും അവൻ കേൾക്കാത്ത മട്ടിൽ പോകുന്നു. അവസാനം ടൈൻ ദേഷ്യം വന്ന് എടാ തെണ്ടിയെന്ന് വിളിച്ചപ്പോൾ സരാവത്ത് തിരിഞ്ഞ് അവനെ തല്ലാനെന്നോണം മുന്നോട്ട് വരുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് എന്ന് ടൈൻ വിക്കി പറഞ്ഞെങ്കിലും സരാവത്ത് അടുത്തെത്തിക്കപ്പോൾ അവന് ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയാൻ സരാവത്ത് പറഞ്ഞെങ്കിലും ടൈനിന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാൽ നീ പിന്മാറുന്നവരെ ഞാൻ നിന്നെ കിസ് ചെയ്യും, അതുകൊണ്ട് വെറുതെ ശല്യപ്പെടുത്താൻ വരരുത് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇവൻ എന്തൊരു വൃത്തികെട്ടവനാണ്. ആദ്യമായി കണ്ട ഒരുത്തനെ അവന് മതിയാകെ വരെ കിസ് ചെയ്യുമെന്ന് പറയാൻ ഇവന് നാണമില്ലേ. ഞാൻ അവന്റെ ഫാൻസിൽ ഒരാളാണെന്ന് ചിലപ്പോൾ ചിന്തിച്ച് കാണുമായിരിക്കും. എന്തായാലും ഉടനെ പിന്മാറാൻ എനിക്ക് ഉദ്ദേശമില്ല എന്നൊക്കെ ടൈം ചിന്തിക്കുന്നു. അങ്ങനെ അവൻ വീണ്ടും ഒരു അവസരം കണ്ടെത്തി സരാവത്തിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. സരാവത്ത് പക്ഷേ അവൻ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് 10 സെക്കൻഡ് തന്നാൽ മതി എന്ന് ടൈൻ പറയുന്നു. 5 സെക്കൻഡ് തരാം, വേഗം പറയാനുള്ളത് പറഞ്ഞു എന്ന് സരാവത്ത് പറയുന്നു. അവൻ 1, 2 എന്ന് എണ്ണാനും തുടങ്ങുന്നു. കൂടുതലൊന്നും പറയാതെ നിനക്കെന്റെ ബോയ് ഫ്രണ്ട് ആക്കാൻ പറ്റുമോ എന്ന് ടൈൻ ചോദിക്കുന്നു. ഇത്തവണ ഞെട്ടിയത് സരാവത്താണ്. അവന്റെ നോട്ടം കണ്ട് ശരിക്കും ബോയ് ഫ്രണ്ട് അവനല്ല, ആണെന്ന് അഭിനയിച്ചാൽ മതി. എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് ടൈൻ പറയുന്നു. എന്തിനാണ് നീ അവളെ ഒഴിവാക്കാൻ നോക്കുന്നത്? അവളെ കാണാൻ കൊള്ളില്ല എന്ന് സരാവത്ത് ചോദിച്ചപ്പോൾ എന്നെ ശല്യം ചെയ്യുന്നത് പെണ്ണല്ല, ആണാണ്. എനിക്ക് പക്ഷേ പെൺകുട്ടികളെയാണ് ഇഷ്ടം. അവൻ എൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് എന്ന് ടൈൻ പറയുന്നു. അതിനെന്താണ് കുഴപ്പമെന്ന് സരാവത്ത് ചോദിച്ചപ്പോൾ എൻ്റെ സ്വകാര്യതയിൽ മറ്റുള്ളവർ കടന്നു കയറുന്നത് എനിക്കിഷ്ടമല്ല, നിനക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് ടൈൻ പറയുന്നു. എൻ്റെ പുറകെ നീ ഇപ്പോൾ ശല്യമായി കൂടിയിരിക്കുകയല്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ പോകുന്നു. ഞാൻ ശല്യമാണെന്നോ? എങ്കിൽ പിന്നെ ശല്യമാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് ടൈൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഗ്രീൻ പുറകിൽ നടന്ന പോലെ ടൈം പിന്നെ സരാവത്തിനെ വിടാതെ ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു തവണ റെസ്റ്റ് റൂമിൽ വെച്ച് അവൻ സരാവത്തിന്റെ ഫോൺ ബലമായി പിടിച്ചു വാങ്ങി അവന്റെ നമ്പർ എടുക്കാൻ ശ്രമിക്കുന്നു. സരാവത്ത് ഫോൺ പിടിക്കുന്ന കൂട്ടത്തിൽ ടൈനിന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഫോൺ താഴേക്ക് വീണ് പൊട്ടിപ്പോകുന്നു. ഞാനത് നന്നാക്കി തരാമെന്ന് പറഞ്ഞ് ടൈൻ ആ ഫോണുമായി പോകുന്നു. കോളേജിൽ സരാവത്ത് ജോയിൻ ചെയ്ത മ്യൂസിക് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ പെൺകുട്ടികൾ ഇടിച്ചു കയറുകയാണ്. ഒരു ക്ലബിന് ജോയിൻ ചെയ്യിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിരുന്നു അവിടെ കിട്ടിയ ആപ്ലിക്കേഷൻ. സരാവത്തിനെ ഫോളോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ടൈനും ആ ക്ലബ്ബിൽ അംഗമാകാൻ ശ്രമിക്കുന്നു. ആപ്ലിക്കേഷനുകൾ കൂടുതലായതുകൊണ്ട് ഒരു ഓഡീഷൻ നടത്താൻ പുതുതായി ജോയിൻ ചെയ്യുന്നവർക്കെല്ലാം ഒരു അഡീഷണൽ ടെസ്റ്റ് നടത്താൻ ക്ലബ്ബ് പ്രസിഡന്റ് തീരുമാനിക്കുന്നു. ടെസ്റ്റിനുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ട് ബേസിക് കോഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ അവർ ടൈനിനോട് പറയുന്നു. പാട്ട് ഇഷ്ടമാണെന്നല്ലാതെ ഗിത്താർ നേരെ ചൊവ്വെ പിടിക്കാൻ കൂടി അറിയാത്ത ടൈൻ സരാവത്തിനൊപ്പം ക്ലബ്ബിൽ നിൽക്കാൻ വേണ്ടി മാത്രം ബേസിക് കോഴ്സ് പഠിക്കാൻ കഠിന ശ്രമം തന്നെ നടത്തുന്നുണ്ട്. ആ ക്ലബ്ബ് തുടങ്ങിയ കാലത്തെങ്ങാണ്ടുള്ള ഒരു ഗിത്താർ വെച്ച് അവൻ പ്രാക്ടീസ് ചെയ്യുന്നു. അതിൻ്റെ സ്ട്രിങ്സ് വളരെ ഹാർഡായിരുന്നതിനാൽ അവൻ്റെ വിരലുകൾ ശരിക്കും വേദനിച്ചതല്ലാതെ അവന് ടോൺ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കഷ്ടപ്പാട് കണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന സരാവത്ത് തൻ്റെ ഗിത്താർ ടൈനിന് നൽകിയിട്ട് അതിൻ്റെ സ്ട്രിങ്സ് കുറച്ചുകൂടി സോഫ്റ്റ് ആണ്, അത് വെച്ച് പ്രാക്ടീസ് ചെയ്തോളാൻ അവനോട് പറയുന്നു. സരാവത്ത് അവൻ്റെ കൂടെ ഇരുന്ന് വിരലുകളിൽ പിടിച്ച് നേരെയാക്കി അവനെ ആ കോഴ്സ് വായിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അവനിത്ര നന്നായി പാടാനും ഗിത്താർ വായിക്കാനും ഒക്കെ അറിഞ്ഞിരുന്നിട്ടും എന്തുകൊണ്ടാണ് മ്യൂസിക് മെയിൻ സബ്ജക്റ്റായി എടുക്കാത്തത് എന്ന് ടൈം സംശയം ചോദിച്ചപ്പോൾ ഞാൻ ഗിത്താർ വായിക്കുന്നത് എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അത് എൻ്റെ പ്രൊഫഷനായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് എൻജോയ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ ഡ്യൂട്ടി ആയിട്ട് ചെയ്യാനല്ല എന്നാണ് സരാവത്ത് മറുപടി നൽകിയത്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ടൈനിന് അവനും നല്ല മൂഡിലാണ് എന്ന് തോന്നിയതിനാൽ നീ എൻ്റെ പുറകിൽ നടക്കുന്നതായി അഭിനയിക്കാമോ എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ നീ ഇതിനു വേണ്ടിയാണല്ലോ ഈ ക്ലബിൽ ചേർന്നത് എന്ന് സരാവത്ത് ചോദിച്ചപ്പോൾ അല്ല എന്നൊക്കെ ആദ്യം എക്സ്ക്യൂസ് പറയാൻ ശ്രമിച്ചെങ്കിലും അതെ എന്ന് അവൻ അവസാനം സമ്മതിക്കുന്നു. നിനക്കെന്റെ ഫേക്ക് ബോയ് ഫ്രണ്ട് ആയിക്കൂടെ എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. സരാവത്ത് ദേഷ്യപ്പെട്ട് ഗിത്താറും പിടിച്ചു വാങ്ങി അവിടെ നിന്ന് പോയെങ്കിലും ടൈൻ പിന്നെയും ശല്യം തുടർന്നതിനാൽ ഓഡീഷൻ പാസ്സാവുകയാണെങ്കിൽ അവൻ ആവശ്യപ്പെട്ടതുപോലെ ബോയ് ഫ്രണ്ട് ആകാം, പക്ഷേ നീ ഫെയിൽ ആയാൽ പിന്നെ എന്റെ പുറകിൽ നിന്ന് ശല്യം ചെയ്യരുത് എന്ന് സരാവത്ത് പറയുന്നു. ടൈൻ ആ കണ്ടീഷൻ സമ്മതിക്കുന്നു. ഓഡീഷൻ ദിവസം ടൈനിന്റെ കൂടമായപ്പോൾ ആരും ശ്രദ്ധിക്കാതെ അവൻ സ്പീക്കറിൽ ഫോണിലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ബേസിക് കോഴ്സ് പ്ലേ ചെയ്തിട്ട് കൈയുടെ മൂവ്മെന്റ്സ് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ പുറംതിരിഞ്ഞ് നിന്ന് ഗിത്താർ വായിക്കുന്ന പോലെ അഭിനയിക്കുന്നു. ഇവൻ കുറച്ച് ദിവസം കൊണ്ട് ഇത്ര നന്നായി വായിക്കാൻ പഠിച്ചുവെന്ന് ക്ലബിന്റെ പ്രസിഡന്റും സറാവത്തും ഒക്കെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോഴാണ് ടൈനിനെ ചതിച്ചുകൊണ്ട് അവന്റെ ഫോൺ ബെല്ലടിച്ചത്. അവന് ഒരവസരം കൂടി കൊടുക്കാൻ പോലും തയ്യാറാകാതെ ക്ലബ് പ്രസിഡന്റ് ഗെറ്റ് ഔട്ട് അടിച്ചെങ്കിലും ടൈൻ കരഞ്ഞ് കാല് പിടിച്ച് ഒരവസരം കൂടി തരണമെന്ന് അപേക്ഷിക്കുന്നതിനാൽ സമ്മതിക്കുന്നു. എന്തായാലും റിസൾട്ട് വന്നപ്പോൾ ടൈനിനെയും അക്കൂട്ടത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പാസ്സായി എന്ന് ടൈൻ പോലും അമ്പരക്കുന്നുണ്ട്. പാസ്സായാൽ സഹായിക്കാമെന്ന് സരാവത്ത് വാക്കുകൊടുത്തിരുന്നെങ്കിലും ടൈൻ ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടും അവൻ വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല. പക്ഷെ മറ്റ് ഫാൻ ഗേൾസ് സരാവത്തിന് പതിവായി കൊടുക്കാറുള്ള സ്നാക്സിന്റെ കൂട്ടത്തിൽ ടൈനും ആരോ ഡ്രിങ്ക്സ് കൊടുത്തയച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സരാവത്ത് ടൈൻ അത് കുടിക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വാങ്ങി അതിന്റെ പുറത്ത് അവന് നൽകിയ ആളിന്റെ പേരെഴുതി ഇന്ന് വെട്ടിക്കളഞ്ഞിട്ട് മറ്റെന്തോ എഴുതി ടൈമിന് തിരിച്ചു കൊടുക്കുന്നു. നീ പറഞ്ഞതിന് എനിക്ക് സമ്മതമാണ്, നിന്റെ ബോയ് ഫ്രണ്ട് ആകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞവൻ പോകുന്നു. ഹീസ് ടേക്കൺ എന്നാണ് അവൻ ആ കുപ്പിയുടെ പുറത്ത് എഴുതിയിരുന്നത്. ടൈം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. എന്റെ സൗന്ദര്യം കണ്ട് അവന്റെ ഫാൻ ഗേൾസ് എല്ലാം ഇനി എന്റെ പുറകിന് വന്നാലോ എന്ന് പേടിച്ചാകും അവൻ സമ്മതിച്ചത്. എന്തു ചെയ്യാനാണ്, ഞാൻ ഇത്ര സുന്ദരനായി പോയത് എന്റെ തെറ്റാണോ എന്നൊക്കെ ടൈം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ക്ലബിന്റെ വെൽക്കം ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള പരിപാടികൾ നടക്കുന്ന ദിവസം സരാവത്തിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഡാൻസ് കളിക്കാൻ പ്രസിഡന്റ് വിളിപ്പിക്കുന്നുണ്ട്.
പാട്ടിൽ അവൻ സൂപ്പറാണെങ്കിലും ഡാൻസിന്റെ കാര്യത്തിൽ അവൻ ഭയങ്കര ബോറായിരുന്നു. ടൈനും മറ്റു പെൺകുട്ടികളും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഹോട്ട് ഗെയിംസും അവിടെ നടത്തുന്നുണ്ട്. സെറാവത്തും ടൈനുമാണ് ജോഡിയായി അത് ചെയ്ത് കാണിക്കാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. ടൈൻ താഴെയും സെറാവത്ത് മുകളിലുമായി പൊസിഷനിൽ ചെയ്ത ആദ്യ ഗെയിം കളിച്ചപ്പോൾ തന്നെ ടൈനിന്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അടുത്ത ഐറ്റം സ്നാക്ക് ഈറ്റിംഗ് എന്ന ഗെയിമായിരുന്നു. ഒരു സ്നാക്കിന്റെ അറ്റം രണ്ടുപേരുടെ വായിൽ വെച്ചിട്ട് അത് കുറച്ചായി കഴിച്ചു തീർക്കണം. അതും ടൈനും സെറാവത്തും കൂടി ചെയ്ത് കാണിക്കാനാണ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. ടൈനിന് ഇപ്പോഴും എന്തോ ഒരു ഫീലിങ്സ് തോന്നുന്നതിനാൽ അവൻ അത് വായിൽ വെച്ച് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സെറാവത്ത് വേഗം അത് കടിച്ചു നിന്ന് മുന്നോട്ട് അവനെ കിസ് ചെയ്ത് അത് മുഴുവനും വായിലാക്കിക്കൊണ്ട് പിന്മാറിയത്. ടൈൻ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. കണ്ടുനിന്ന പെൺകുട്ടികളെല്ലാം ആവേശത്തോടെ കൈയടിക്കുകയും ആർപ്പുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു തവണ കൂടി ചെയ്യാൻ പറഞ്ഞ ക്ലബിന്റെ സെക്രട്ടറി എയർ സ്നാക്കുമായി വീണ്ടും ആർക്കരികിലേക്ക് ചെന്നെങ്കിലും പ്രസിഡന്റ് അവരെ പിടിച്ചു മാറ്റിയിട്ട് ഇന്ന് ഇത്രയും മതി, എല്ലാവരും വെൽക്കം ആക്ടിവിറ്റീസ് ടെസ്റ്റിൽ പാസ്സായിരിക്കുന്നു എന്നറിയിച്ചിട്ട് 15 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുന്നു. കിസിന്റെ ഷോക്കിൽ നിന്ന് ടൈൻ മുക്തനാകാൻ കുറെ സമയം കൂടി വേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് തീരെ പ്രതീക്ഷിക്കാതെ ക്ലബ് പ്രസിഡന്റ് ഡിം അംഗങ്ങൾക്ക് പുതിയൊരു ടാസ്ക് കൊടുക്കുന്നത്. ക്ലബിൽ ഗിത്താർ വായിക്കുന്നവരെല്ലാം തങ്ങളുടെ പെർഫോമൻസിന്റെ ഒരു വീഡിയോ എടുത്ത് അതെനിക്ക് അയച്ചു തരണം. നന്നായി വായിക്കാൻ അറിയുന്നവർ ഒരു ഫുൾ സോങ് വായിക്കണം. തുടക്കക്കാർ ബേസിക് കോഡ്സ് പെർഫോം ചെയ്താൽ മതി. കമ്പൽസറിയാണ്. മോശം വീഡിയോ അയച്ചു തന്നാൽ ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. വീഡിയോ ചെയ്യാത്തവരെ ക്ലബിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യും എന്ന് പ്രസിഡന്റ് അറിയിക്കുന്നു. എല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ക്ലബിലെ പഴയ ഗിത്താറിന്റെ ആ സ്ട്രിങ്സ് മാറ്റി പുതിയത് വാങ്ങാൻ എൻ്റെ ഒപ്പം ഒന്ന് വരാമോ എന്ന് ടൈൻ സെറാവത്തിനോട് ചോദിക്കുന്നു. അത് ഡി ടൈപ്പ് സ്ട്രിങ്സ് ആണ്, അതിവിടെ അടുത്തെങ്ങും ലഭ്യമല്ല. നിനക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ എൻ്റെ റൂമിൽ സോഫ്റ്റ് സ്ട്രിങ്സ് ഉള്ള മറ്റൊരു ഗിത്താറുണ്ട്, അത് വേണമെങ്കിൽ തരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നീ എൻ്റെ റൂമിലേക്ക് വന്നത് എടുക്കണം എന്ന് സെറാവത്ത് പറയുന്നു. ഫേക്ക് ഡേറ്റിംഗ് തുടങ്ങിയപ്പോഴേ ഇവനെ റൂമിലേക്ക് ക്ഷണിക്കുകയാണോ എന്ന് ചിന്തിച്ച് ടൈൻ ഒന്ന് മടിച്ചെങ്കിലും ഗിത്താർ ആവശ്യമായതുകൊണ്ട് അവൻ കൂടെ ചെല്ലുന്നു. സെറാവത്തിന്റെ റൂമിന്റെ കോലം കണ്ട് ഇത് ഗോസ്റ്റ് ഹൗസ് ആണോ എന്ന് ടൈൻ ചോദിക്കുന്നു. ലൈറ്റ് ഇട്ടപ്പോഴേ ഗിത്താർ കണ്ടതിനാൽ അവൻ വേഗം അതുമെടുത്ത് മടങ്ങിപ്പോകാൻ തുടങ്ങിയെങ്കിലും അത് ഉപയോഗിച്ചിട്ട് കുറെ കാലമായതാണ്, ട്യൂൺ ചെയ്യാതെ ഉപയോഗിക്കാൻ കഴിയില്ല. ഞാൻ ട്യൂൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് സെറാവത്ത് അത് തിരികെ വാങ്ങുന്നതിനാൽ ടൈനിന് കുറച്ച് സമയം അവിടെ കാത്തിരിക്കേണ്ടി വരുന്നു. സെറാവത്ത് അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നീ ഏത് സോങ് ആണ് പ്ലേ ചെയ്ത് ഡിമ്മിന് അയച്ചു കൊടുക്കാൻ പോകുന്നതെന്ന് ടൈൻ ചോദിക്കുന്നു. ഇതുവരെ തീരുമാനിച്ചില്ല എന്നവൻ പറഞ്ഞപ്പോൾ സ്ക്രബ് എന്ന ബാൻഡിന്റെ ക്ലോസ് എന്ന സോങ് ചെയ്യാമോ, അതെന്റെ ഫേവറേറ്റ് സോങ് ആണെന്ന് ടൈൻ പറയുന്നു. നീ സ്ക്രബിന്റെ പാട്ടൊക്കെ കേൾക്കുമോ എന്ന് സെറാവത്ത് ചോദിച്ചപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ചേട്ടൻ എപ്പോഴും അവരുടെ പാട്ട് പ്ലേ ചെയ്ത് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ നിന്റെ ചേട്ടന് ഒരു ബാൻഡ് മാത്രമേ അറിയുകയുള്ളൂ എന്ന് സെറാവത്ത് ചോദിക്കുന്നു. ചേട്ടൻ വേറെ ബാൻഡ്സിന്റെ സോങ്ങും കേൾക്കാറുണ്ട്, പക്ഷെ അതൊന്നും ക്ലബിനെ പോലെയല്ല. അവരുടെ പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അവരുടെ പാട്ട് കേട്ടാൽ കൂടുതൽ സന്തോഷം തോന്നും. നമ്മൾ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് അവരുടെ പാട്ട് കേട്ടാൽ കൂടുതൽ ഗാഢമായി പ്രണയിക്കാൻ തോന്നും എന്നൊക്കെ ടൈൻ പറയുന്നു. അപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പാട്ട് കേൾക്കുന്നതെങ്കിലോ കൂടുതൽ വിഷമം തോന്നുമെന്ന് സെറാവത്ത് കളിയാക്കി ചോദിക്കുന്നു. അങ്ങനെയല്ല, വിഷമമുള്ള സമയത്ത് അവരുടെ പാട്ട് കേട്ടാൽ വിഷമം കുറയുന്നത് പോലെയാണ് തോന്നാറ്. നമ്മളെ ആരോ ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് എന്നവൻ പറയുന്നു. സെറാവത്ത് കുറേ സമയം അവനെ തന്നെ നോക്കിയിരിക്കുന്നത് അവൻ പറഞ്ഞതിനെ പറ്റി ചിന്തിച്ചിട്ട് അവൻ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്നു. നീ ഞാൻ പറഞ്ഞ പാട്ട് പ്ലേ ചെയ്യാമോ എന്ന് ടൈൻ വീണ്ടും ചോദിച്ചപ്പോൾ സെറാവത്ത് ഗിത്താർ താഴെ വെച്ചിട്ട് ഒരു പേപ്പർ എടുത്ത് എന്തോ എഴുതി ടൈനെ കാണിക്കുന്നു. മ്യൂസിക് കോഡ്സ് ആയിരുന്നതിനാൽ ടൈനിനൊന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താണ് എന്നവൻ ചോദിച്ചപ്പോൾ നീ ഇപ്പോൾ പാടാൻ പറഞ്ഞ പാട്ടിന്റെ കോഡ്സ് ആണിത്, നിന്നെപ്പോലെ തന്നെ ഇതും വളരെ കുഴപ്പം പിടിച്ചതാണെന്ന് സെറാവത്ത് പറയുന്നു. നിനക്ക് നന്നായി ഗിത്താർ വായിക്കാൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പറ്റില്ലെങ്കിൽ വേണ്ട, സാരമില്ല എന്ന് ടൈൻ പറയുന്നു. പിന്നെയും അവിടെ നിന്ന് ബോറടിച്ചപ്പോൾ അവൻ സെറാവത്തിന്റെ ബെഡിൽ കയറി കിടന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കുന്നു. ആ സമയത്ത് സെറാവത്ത് ഫോണിൽ വീഡിയോ റെക്കോർഡിംഗ് ഓണാക്കി ഇട്ടിട്ട് ടൈൻ പറഞ്ഞ സോങ് വായിക്കാൻ തുടങ്ങുന്നു. അത് കേട്ടതും അവൻ ചാടി എഴുന്നേറ്റ് നിനക്കിത് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞതോ എന്ന് ചോദിച്ചെങ്കിലും അവൻ മറുപടിയൊന്നും പറയാതെ അത് പ്ലേ ചെയ്യുന്നു. ടൈൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് അത് ആസ്വദിക്കുന്നുണ്ട്. സെറാവത്ത് ആ പാട്ട് പാടുന്നത് കേട്ട് അങ്ങനെ കിടന്നപ്പോൾ ടൈനിന്റെ ഹേർട്ട് ബീറ്റ് ശരിക്കും കൂടുന്നുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് സ്ക്രബിന്റെ സോങ് കേട്ട് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഗ്രീനിന്റെ കാര്യം പറയാനുണ്ടോ? സെറാവത്തിനെ കുറിച്ച് അറിയുമ്പോൾ അവൻ ഉറപ്പായും എന്നെ ചേസ് ചെയ്യുന്നത് നിർത്തും എന്നൊക്കെ ചിന്തിച്ച് ടൈൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ട്. സെറാവത്ത് ശ്രദ്ധിക്കുന്നതിനാൽ നീ എന്താണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പാട്ട് നന്നായിരുന്നു അതുകൊണ്ടാണ് എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ടൈനിന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഗ്രീൻ മ്യൂസിക് ക്ലബിൽ ജോയിൻ ചെയ്യുന്നു. ടൈനിന് ഗ്രീനിനെ നേരത്തെ പരിചയമുണ്ട് എന്നറിഞ്ഞപ്പോൾ സെക്രട്ടറി എയർ ഗ്രീനിനെ മ്യൂസിക്കിന്റെ ബേസിക് കോഡ്സ് പഠിപ്പിച്ചു കൊടുക്കാൻ ടൈനിനെ ഏൽപ്പിക്കുന്നു. ടൈൻ ആകെ വെട്ടിലായ പോലെ നിൽക്കുന്ന സമയത്ത് നിനക്ക് ചിയർ പ്രാക്ടീസിന് പോകണ്ടേ, നിന്നെ ഇവിടെ സീനിയേഴ്സ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സെറാവത്ത് അവനെ ഗ്രീനിന്റെ മുന്നിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നു. ടൈൻ കോളേജിലെ ചിയർ ക്ലബിന്റെ മെമ്പർ കൂടിയാണ്. അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പുതുതായി ജോയിൻ ചെയ്ത പിയർ എന്ന സുന്ദരി അവിടെ ഇരുന്ന് ഗിത്താർ പ്രാക്ടീസ് ചെയ്യുന്നത് ടൈൻ കണ്ടത്. ഗ്രീനെ ഒഴിവാക്കിയ ശേഷം സെറാവത്തുമായുള്ള ഫേക്ക് ഡേറ്റിംഗ്സ് അവസാനിപ്പിച്ച് പിയറിനെ വളയ്ക്കണമെന്ന് ടൈൻ അവളെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ കുറിച്ചതാണ്.
കിട്ടിയ അവസരം പാഴാക്കാതെ അവൻ അവൾക്കരികിൽ ചെന്ന് വിരലുകൾ ശരിയായ രീതിയിൽ പിടിച്ചു വായിക്കാൻ പിടിച്ചുവെച്ച് കോഡ്സ് പറഞ്ഞു കൊടുത്തിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നു. സെറാവത്തിന് പക്ഷേ ടൈൻ അവളെ മുട്ടാൻ ശ്രമിക്കുന്നത് തീരെ പിടിച്ചിട്ടില്ല. ഇനി നിന്നാൽ ലേറ്റാക്കുമെന്ന് പറഞ്ഞ് അവൻ ടൈനിനെയും പിടിച്ചു വലിച്ച് അവിടെ നിന്ന് പോകുന്നു. ഗ്രീനിനെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റാൻ സഹായിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, എല്ലാവരെയും ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെന്തിനാണ് ഇവൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് ടൈൻ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം പിയറിന്റെ മുന്നിൽ തന്റെ മനസ്സ് തുറക്കാൻ പറ്റിയ ഒരു അവസരം കാത്തിരിക്കുകയാണ് ടൈൻ. അങ്ങനെ ഇരിക്കെ തന്റെ റൂം ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ സെറാവത്ത് ടൈനിനെ വിളിപ്പിക്കുന്നു. അതിനടുത്ത ദിവസം സെറാവത്തിന്റെ ടീമിന്റെ ഒരു സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്. ആ ഷോയിൽ തനിക്ക് ഇഷ്ടമുള്ള സ്ക്രബിന്റെ ഒരു സോങ്ങായ എവറിത്തിങ് പാടുമോ എന്ന് ടൈൻ സെറാവത്തിനോട് ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് അത് പാടുന്നതെന്ന് സെറാവത്ത് ചോദിച്ചെങ്കിലും ടൈൻ കുറെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവൻ സമ്മതിക്കുന്നു. ടൈൻ പിയറിനൊപ്പമാണ് ആ പ്രോഗ്രാം കാണാൻ എത്തിയത്. സെറാവത്ത് അവൻ റിക്വസ്റ്റ് ചെയ്ത പാട്ട് തന്നെയാണ് പാടിയത്. പക്ഷെ അവനത് പാടി തുടങ്ങിയപ്പോഴേക്കും പിയറിന് അവളുടെ അമ്മയുടെ കോൾ വന്നതിനാൽ അവൾക്ക് അത്യാവശ്യമായി പോകേണ്ടി വരുന്നു. അവൾ അത് മുഴുവൻ കേൾക്കാൻ നിൽക്കാത്തതിനാൽ ടൈൻ വല്ലാതെ നിരാശനാകുന്നുമുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സെറാവത്ത് അവന്റെ മൂഡ് ഓഫിന് കാരണം തിരക്കുന്നു. പിയറിനെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് അവൻ ആ പാട്ട് പാടാൻ തന്നോട് റിക്വസ്റ്റ് ചെയ്തതെന്നും അവൾക്കത് മുഴുവൻ കേൾക്കാൻ കഴിയാതെ പോയതിന്റെ വിഷമമാണ് എന്നറിഞ്ഞപ്പോൾ സെറാവത്തിന് നല്ല ദേഷ്യം വരുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ട് നിന്റെ പുറകിൽ നടന്ന് നിന്നെ ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നീ വേറൊരു പെണ്ണിന്റെ പുറകിൽ നടക്കുകയാണല്ലേ എന്ന് ചോദിച്ചവൻ ദേഷ്യപ്പെടുന്നു. നമ്മളതിന് റിയൽ കപ്പിൾസ് അല്ലല്ലോ, ഫേക്ക് അല്ലേ, പിന്നെന്താണ് പ്രശ്നമെന്ന് ടൈൻ ചോദിച്ചെങ്കിലും അവനതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. ടൈൻ അവന്റെ പോക്ക് കണ്ടപ്പോൾ താൻ അവനെ ശരിക്കും ചീറ്റ് ചെയ്യുകയാണെന്ന് തോന്നിപ്പോകുന്നു. അവന് ചെറിയ കുറ്റബോധം തോന്നിനാൽ സെറാവത്തിന്റെ പിണക്കം തീർക്കാൻ അവൻ പറഞ്ഞതുപോലെ കോമാളി വേഷം കെട്ടി ഫോട്ടോ എടുക്കാൻ അവൻ തയ്യാറാകുന്നു. ഫോട്ടോയിൽ അവന്റെ ഒപ്പം സെറാവത്ത് നിൽക്കുന്നുണ്ട്. നീ എന്തിനാണ് എന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നത് എന്ന് ടൈൻ ചോദിച്ചപ്പോൾ ഈ ഫോട്ടോ വളരെ സ്പെഷ്യലാണ്, നിന്നെ ഇതിൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ സെറാവത്ത് ചിരിയോടെ പറയുന്നു. അവന്റെ പിണക്കം മാറിയെന്നാണ് തോന്നുന്നതെന്ന് ടൈൻ ആശ്വാസത്തോടെ ചിന്തിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പല ഗേൾ ഫ്രണ്ട്സിന്റെയും പിണക്കം തീർത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്രയ്ക്ക് പാടുപെട്ട് ഒരാളിന്റെ പിണക്കം തീർക്കേണ്ടി വന്നത് എന്നും അവൻ ചിന്തിക്കുന്നു. പിണക്കമൊക്കെ മാറിയപ്പോൾ രണ്ടുപേരും കൂടി തിരികെ സ്റ്റേജിനരികിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ പിയർ പോയത് കാരണം ശ്രദ്ധ മാറിയത് കൊണ്ട് നീ പാടിയ സോങ് നന്നായി കേൾക്കാൻ പറ്റില്ല എന്നവൻ സങ്കടം പറഞ്ഞപ്പോൾ സെറാവത്ത് തന്റെ ഫോണിൽ ആ പാട്ട് പ്ലേ ചെയ്തിട്ട് ഹെഡ്ഫോൺ അവന്റെ ചെവിയിൽ കൂടി വെച്ചു കൊടുക്കുന്നു. രണ്ടുപേരും പാട്ട് കേൾക്കുന്നതിനൊപ്പം അതിലെ വരികൾ പാടുന്നുമുണ്ട്. പിയറിനൊപ്പം ഈ പാട്ട് കേൾക്കണമെന്ന് പ്ലാൻ ചെയ്തത് ഞാൻ അവസാനം സെറാവത്തിനൊപ്പമാണ് കേൾക്കുന്നത്. പക്ഷെ അതത്ര മോശമായി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ പാട്ടിന് ഇഷ്ടമായത് കൊണ്ടായിരിക്കും, അതോ ഇനി എനിക്ക് അവനെ ഇഷ്ടമാണോ? എന്തായാലും ഈ ഫീലിങ്സ് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. ഈ ഫീലിങ്സ് മുന്നോട്ട് പോയാൽ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര നല്ലതായിരിക്കില്ല എന്നൊക്കെ ടൈൻ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ചിന്തിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അവന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴും ഞാൻ അവനെ ശരിക്കും ഇഷ്ടപ്പെട്ടു പോകുമോ, ഈ ഫേക്ക് ലവ് റിയൽ ലവ് ആകുമോ എന്ന ഭയം ടൈമിന് തോന്നി തുടങ്ങുന്നു. സെറാവത്തുമായി ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് തനിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും എന്നവൻ ചിന്തിച്ചെങ്കിലും സംശയം തീർക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്പേർട്ടായ ഫ്രണ്ട്സിനോട് അവൻ അഭിപ്രായം ചോദിക്കുന്നു. സെറാവത്തും അവൻ തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് എന്ന് പറയാതെ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞാണ് അവൻ വിഷയം അവതരിപ്പിച്ചത്. ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല വഴി അയാളെ ജലസാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് എന്നവർ അവനെ ഉപദേശിക്കുന്നു. സെറാവത്തിന് തന്നെ ശരിക്കും ഇഷ്ടമാണോ എന്നാണ് ടൈനിന് അറിയേണ്ടിയിരുന്നത്. അതിന് സെറാവത്തിന് അസൂയുണ്ടാക്കുന്ന വിധത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നു. പക്ഷെ അതിനടുത്ത് തന്നെ ഒരു ദിവസം മ്യൂസിക് ക്ലബ് എടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ ഹീറോയെ അഭിനയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട സെറാവത്ത് അതിലെ ഹീറോയിനായ ഏണിനൊപ്പം പ്രാക്ടീസ് റൂമിലിരുന്ന് ഒരു റൊമാൻറ്റിക് സീൻ പ്രാക്ടീസ് ചെയ്യുന്നത് സെറാവത്തിന് കുടിക്കാൻ ഡ്രിങ്ക്സുമായി ചെന്ന ടൈൻ കാണാനിടയാകുന്നു. സെറാവത്ത് സ്ക്രിപ്റ്റിലെ ഡയലോഗ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്ന് വ്യക്തമായി അറിയാനിട്ട് പോലും ടൈനിന് ആ രംഗം കണ്ടപ്പോൾ വല്ലാതെ ഫീൽ ചെയ്യുന്നു. ശരിക്കും അസൂയ തോന്നിയത് അവനാണ്. അതിന്റെ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് ടൈനെ അന്വേഷിച്ച് അവന്റെ റൂമിലെത്തിയ ഗ്രീനിന്റെ പുറകെ മ്യൂസിക് ക്ലബ് പ്രസിഡന്റ് ഡിം അവിടെ എത്തിയതും. അവർ തമ്മിൽ മുമ്പ് ഡേറ്റിംഗ് ആയിരുന്നു എന്ന് അവൻ അറിയുന്നത്. ഡിമിനോട് പിണങ്ങിയ വാശിക്കായിരുന്നു ഗ്രീൻ ടൈനിന്റെ പുറകെ കൂടിയത്. പിണക്കം മതിയാക്കി അവിടെ വെച്ച് അവർ വീണ്ടും ഒന്നിക്കുന്നുണ്ട്. ഗ്രീനിന്റെ ശല്യം ഇതോടെ തീരുമെന്നുള്ള സത്യം ടൈനെ സന്തോഷിപ്പിക്കുന്നതിന് പകരം സെറാവത്തുമായുള്ള ഫേക്ക് റിലേഷൻഷിപ്പ് തുടരാൻ ഇനി കാരണമൊന്നുമില്ലല്ലോ എന്ന തിരിച്ചറിവ് അവനെ കൂടുതൽ വിഷമത്തിലാക്കുന്നു. സെറാവത്ത് ഈ വിവരങ്ങളൊന്നും അറിയാതെ അവനെ കുറെ തവണ ഫോൺ വിളിച്ചെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം സെറാവത്ത് അവനെ അന്വേഷിച്ച് റൂമിലെത്തുന്നു. ടൈൻ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴാണ് വാതിലിൽ മുട്ടുകെട്ടത്. വാതിൽ തുറന്ന് അവനെ കണ്ടതും നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്ന് സെറാവത്ത് അന്വേഷിക്കുന്നു. ഞാൻ കുളിക്കുകയായിരുന്നു എന്ന് ടൈൻ എക്സ്ക്യൂസ് പറഞ്ഞപ്പോൾ നീ എന്താണ് എന്നോട് പറയാതെ പോകുന്നത് എന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. ഒരു അത്യാവശ്യം വന്ന് പോന്നതാണെന്ന് ടൈൻ പറഞ്ഞെങ്കിലും അവൻ പറയുന്നതല്ല കള്ളമാണ് എന്ന് സെറാവത്തിന് മനസ്സിലാകുന്നതിനാൽ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് തുറന്നു പറയാൻ അവൻ പറയുന്നു. ഡിമ്മും ഗ്രീനും തമ്മിൽ ഡേറ്റിംഗിലായിരുന്നുവെന്ന് ഞാൻ കുറച്ചു മുമ്പ് അറിഞ്ഞു. അവരിപ്പോൾ പിണക്കമൊക്കെ മാറി ഒന്നിച്ചിരിക്കുകയാണ്. ഇനി നീ പഴയതുപോലെ ഞാനുമായുള്ള ഫേക്ക് റിലേഷൻഷിപ്പ് തുടരേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ എന്നെ കാണാനും സംസാരിക്കുമെന്നും ഒന്നും ഇനി വരേണ്ട ആവശ്യമില്ല.
വിളിക്കുകയും വേണ്ട. ഞാൻ നിനക്കൊരു ശല്യമാകില്ല. നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പുള്ള ഫ്രീഡം നിനക്കിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് എന്ന് ടൈൻ പറയുന്നു. അത്ര നേരം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്ന സെറാവത്ത്, നീ ശരിക്കും അതാണോ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അതെ, ഇനി നിനക്ക് ശരിക്കും യോജിക്കുന്ന ഒരാളെ തിരക്കി നിനക്ക് പോകാം. എനിക്ക് വേണ്ടി സമയം കളയണ്ട എന്ന് ടൈൻ ഉറപ്പിച്ച് പറയുന്നു. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിഷമത്തോടെ സെറാവത്ത് മടങ്ങിപ്പോകാൻ തുടങ്ങുന്നു. നിന്റെ ഗിത്താർ കൂടി കൊണ്ടുപോയിക്കോ, ഞാൻ പുതിയത് വാങ്ങിക്കോളാമെന്ന് പറഞ്ഞ് ടൈൻ അവനെ തിരികെ വിളിച്ചപ്പോൾ, അത് നീ തന്നെ സൂക്ഷിച്ചാൽ മതി, ആദ്യം മുതലേ തന്നെ അത് നിനക്ക് തന്നെ ഉള്ളതായിരുന്നു എന്ന് പറഞ്ഞ് സെറാവത്ത് മടങ്ങുന്നു. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ടൈൻ അപ്പോൾ മനസ്സിലായില്ല. അന്നത്തെ ദിവസത്തിന് ശേഷം ടൈൻ ആഗ്രഹിച്ചതുപോലെ സെറാവത്ത് അവൻ്റെ ലൈഫിൽ നിന്നും അപ്രത്യക്ഷമായി. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങൾ തള്ളി നീക്കാൻ അവൻ വളരെയധികം പാടുപെട്ടു. ഒന്നിനും താല്പര്യമില്ലാതെ മുഴുവൻ സമയവും മുറിയിൽ തന്നെ കുത്തിയിരിക്കാൻ തുടങ്ങി. അങ്ങനെ അലസമായി ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു ദിവസമാണ് സെറാവത്ത് ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഫ്രണ്ട് പറയുന്നത് കേട്ട് എനിക്ക് കാണണ്ടെന്ന് ടൈൻ പറഞ്ഞപ്പോൾ, ഇത് പുതിയ ഫോട്ടോയല്ല, പക്ഷെ നീ കാണേണ്ടതാണ്, ഇത് കഴിഞ്ഞ വർഷം കോളേജിൽ നടന്ന സ്ക്രബിന്റെ പ്രോഗ്രാം ദിവസം എടുത്തതാണ് എന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ടൈൻ ചാടി എണീറ്റ് ആ ഫോട്ടോ വാങ്ങി നോക്കുന്നു. സെറാവത്ത് ഹൈസ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് നിന്നെടുത്ത ഒരു സെൽഫി ആയിരുന്നു അത്. പക്ഷെ ആ ഫോട്ടോയിൽ കുറച്ച് പുറകിലായി ടൈനുമുണ്ട്. ആ സമയത്തൊന്നും ടൈനിന് സെറാവത്തിന് ഒരു പരിചയമില്ല. പിന്നെ എങ്ങനെ ഞാൻ ആ ഫോട്ടോയിൽ വന്നു, എന്താണതിൻ്റെ അർത്ഥം? അവനപ്പോൾ എന്നെ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ, എന്നിട്ട് അക്കാര്യം എന്താണ് അവൻ എന്നോട് പറയാതിരുന്നത് എന്നിങ്ങനെ ടൈനിൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഉയരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ അറിയാൻ അവൻ പോയി കണ്ടത് ക്ലബ് പ്രസിഡന്റ് ഡിമ്മിനെയാണ്. ഡിമ്മും ഗ്രീനും തമ്മിൽ ഡേറ്റിംഗിലായിരുന്നു എന്ന വിവരവും അവർ തമ്മിൽ പിണങ്ങിയതുമെല്ലാം സെറാവത്തിന് അറിയാമായിരുന്നുവെന്ന് ഡിം പറഞ്ഞപ്പോൾ ടൈൻ ശരിക്കും ഞെട്ടുന്നു. അതെല്ലാം അറിഞ്ഞു നിന്നിട്ട് ഈ ഫേക്ക് റൊമാൻസിന് അവൻ തയ്യാറായത് എന്തിനാണെന്ന് ടൈനിന് മനസ്സിലാകുന്നില്ല. സംശയം തീർക്കാൻ അവൻ സെറാവത്തിനെ കാണാനായി അവൻ്റെ റൂമിലെത്തുന്നു. സെറാവത്ത് ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സെറാവത്ത് കോളേജിൽ പ്രാക്ടീസിലാണ്. ഇന്ന് മുറിയിലേക്ക് വരാൻ സാധ്യതയില്ല. ഞാൻ അവന് വേണ്ടി ഒരു പേപ്പർ എടുക്കാൻ വന്നതാണ്. നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് റൂമിലേക്ക് പോയി കാണാൻ ഫ്രണ്ട് അവരോട് പറയുന്നു. ടൈൻ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോയെക്കുറിച്ച് പറഞ്ഞിട്ട് അവൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് അന്വേഷിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചാണെന്ന് കൺസൾട്ടിന് പോയത്. സെറാവത്തിന് വരാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾ നിർബന്ധിച്ച് അവനെ കൊണ്ടുപോയതാണ്. കൺസൾട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ബോറടിച്ചു തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ മുന്നിൽ നിന്നിരുന്ന ഒരു പയ്യൻ പാട്ടിനൊപ്പം ചുവട് വയ്ക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ പുറകിലേക്ക് വന്ന് അവൻ്റെ കാലിൽ ചവിട്ടിയത് എന്ന് ഫ്രണ്ട് പറയുന്നു. ടൈൻ ആയിരുന്നു അത്. കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ടൈൻ ആ സംഭവം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ അന്ന് പാട്ട് കേട്ടതുപോലെ അത്രയും ആസ്വദിച്ച് മ്യൂസിക് കേൾക്കുന്ന ഒരാളെ മുമ്പൊരിക്കലും താൻ കണ്ടിട്ടില്ല എന്ന് അന്ന് സെറാവത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. അന്നത്തെ ആ പ്രോഗ്രാം കഴിഞ്ഞ് സ്ക്രബിലെ ഗായകർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ തിരക്ക് കാരണം നടക്കാതെ വന്നപ്പോൾ ടൈൻ അവരുടെ പോസ്റ്ററിന് മുന്നിൽ ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സമയത്ത് അവനറിയാതെ അവനെ ഫോളോ ചെയ്ത് വന്ന സെറാവത്ത് അവനെ കൂടി ക്യാമറയിൽ കിട്ടത്തക്കതും അന്നെടുത്ത സെൽഫിയാണ് അവനിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെറാവത്തിൻ്റെ മനസ്സിൽ അന്നേ ടൈൻ കയറി കൂടിയതാണ്. വിവരങ്ങളൊക്കെ അറിഞ്ഞ ഉടൻ തന്നെ ടൈൻ സെറാവത്തിനെ അന്വേഷിച്ച് പ്രാക്ടീസ് റൂമിലേക്ക് പോയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ മ്യൂസിക് ബാൻഡിൻ്റെ ഷോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന് അതിൽ സെറാവത്തിനെ നോക്കി ടൈൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് സെറാവത്തിൻ്റെ ശത്രു കൂടിയായ മെൽ എന്ന സിംഗർ വന്ന് നീ എന്താണ് ഈ സമയത്ത് തനിച്ചോടെ നിൽക്കുന്നതെന്ന് ചോദിച്ച് ടൈനിനെ മുട്ടുന്നത്. ഒരു ഫ്രണ്ടിനെ അന്വേഷിച്ച് വന്നതാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ടൈൻ തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ മെൽ അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുന്നു. ഞാൻ തനിച്ചു പോയിക്കളാമെന്ന് ടൈൻ പറഞ്ഞപ്പോൾ നിനക്കെന്താ എന്നെ പേടിയാണോ, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവൻ ടൈനിൻ്റെ മുടിയിൽ തലോടുന്നു. മെല്ലിന് കുറേ നാളായി ടൈനിനോടൊരു ക്രഷുണ്ട്. അവൻ ടൈനിനെ തലോടുന്നത് കണ്ടുകൊണ്ട് സെറാവത്ത് എവിടെ നിന്നോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ മില്ലിനെ പിടിച്ചു മാറ്റിയിട്ട് നീ അവനെ കൊണ്ടുവിടണ്ട, അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ നേർക്ക് ചെല്ലുന്നു. അടിയാകുമെന്ന് തോന്നിയപ്പോൾ ടൈൻ സെറാവത്തിനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് കുറച്ച് മാറിയപ്പോൾ നീ എന്തിനാണ് അവൻ നിന്നെ കെയർ ചെയ്യാൻ നിന്ന് കൊടുത്തത് എന്ന് ചോദിച്ച് സെറാവത്ത് ടൈൻ്റെ നേർക്ക് ദേഷ്യപ്പെടുന്നു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നീ അതിൽ ഇടപെടേണ്ട, നീ എന്നോട് കള്ളം പറഞ്ഞെന്നറിഞ്ഞിട്ടും ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ടൈൻ ചോദിക്കുന്നു. ഡിമ്മിൻ്റെയും ഗ്രീനിൻ്റെയും കാര്യം നിനക്ക് അറിയാമായിരുന്നിട്ടും നീ അത് മറച്ചു വെച്ചു. നീ എന്നെ കഴിഞ്ഞ വർഷം സ്ക്രബിൻ്റെ പ്രോഗ്രാമിൽ വെച്ച് കണ്ട വിവരം നീ പറഞ്ഞില്ല. ഞാൻ പൊട്ടം കളിക്കുന്നത് മാറി നിന്ന് കണ്ട് നീ ആസ്വദിക്കുകയായിരുന്നു എന്ന് ചോദിച്ച് ടൈൻ ദേഷ്യപ്പെടുന്നു. നിന്നെ പൊട്ടനാക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നവൻ പറഞ്ഞപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് എന്ന് ടൈൻ ചോദിക്കുന്നു. നീയുമായി ഒരു റിലേഷന് ചാൻസ് ഉണ്ടാകുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കിയതാണെന്ന് സെറാവത്ത് പറഞ്ഞപ്പോൾ ടൈൻ ശരിക്കും അമ്പരക്കുന്നു. പക്ഷെ നിനക്ക് എന്നെയല്ലേ ഇഷ്ടം എന്ന് അവൻ ചോദിച്ചപ്പോഴേക്കും അവൻ്റെ വായടപ്പിച്ചുകൊണ്ട് സെറാവത്ത് അവനെ കിസ് ചെയ്യുന്നു. ആവേശം തുടങ്ങിയപ്പോൾ അവൻ പതിയെ പിന്മാറിയിട്ട് എന്നെ ആൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്കിതുവരെ ഫീലിങ്സ് തോന്നിയിട്ടുള്ള ഒരേ ഒരാൾ നീയാണ് എന്നവൻ പറയുന്നു. ഗ്രീനിൻ്റെ ഒപ്പം സ്റ്റേജ് ഷോ നടക്കുന്നിടത്ത് ഉറക്കമരുന്നും കഴിച്ചു വന്ന ദിവസം സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്ന സെറാവത്ത് ടൈനിനെ കണ്ടിരുന്നു. താൻ അന്വേഷിച്ച് നടക്കുന്ന ആളാണോ അതെന്ന് അവന് സംശയം തോന്നിയെങ്കിലും സ്റ്റേജിലായിരുന്നതിനാൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ടൈൻ പെൺകുട്ടികൾക്കൊപ്പം ഓടിച്ചെന്ന് കോളേജിൽ വെച്ച് സെറാവത്തിനെ കണ്ട് ആദ്യമായി സംസാരിക്കാൻ ശ്രമിച്ച ദിവസം സെറാവത്തിന് സന്തോഷമടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.
ടൈൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വീണ്ടും കണ്ടു എന്ന് പറഞ്ഞ് കൂട്ടുകാരുടെ മുന്നിൽ അവൻ തുള്ളിച്ചാടുന്നുണ്ട്. ഉടനെ നേരിട്ട് ചെന്ന് മുട്ടുണ്ടായെന്ന് ഫ്രണ്ട്സ് അവനെ ഉപദേശിക്കുന്നതിനാൽ അവർ രഹസ്യമായി ക്ലബ് പ്രസിഡന്റ് ഡിമ്മിനെ കണ്ട് ടൈനെ മ്യൂസിക് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഡിം കാരണം ചോദിച്ചപ്പോൾ എനിക്ക് അവനെ ഇഷ്ടമാണെന്നും അവൻ തുറന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഓഡീഷനിൽ മോശമായി പെർഫോം ചെയ്തിട്ടും ടൈൻ ഓഡീഷൻ പാസ്സായത്. സെറാവത്ത് ഇതെല്ലാം ടൈനോട് പറഞ്ഞിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുന്നു. പക്ഷെ ടൈൻ അവനെ തള്ളി മാറ്റിയിട്ട് അപ്പോൾ പിന്നെ ആദ്യം ഞാൻ നിന്റെ സഹായം ചോദിച്ചപ്പോൾ നീ നിരസിച്ചത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? നിനക്ക് പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്നല്ലേ നീ പറഞ്ഞത്. ഞാനൊന്ന് നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്നോട് അടുക്കാൻ ശ്രമിക്കില്ലായിരുന്നു എന്ന് സെറാവത്ത് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്ന് ടൈനും തോന്നുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ആ പിക്ചർ പോസ്റ്റ് ചെയ്തത് ഈ ഫേക്ക് ഡേറ്റിംഗിന്റെ പേരും പറഞ്ഞ് നീ എൻ്റെ അടുത്തേക്ക് വരുന്നില്ലായിരുന്നെങ്കിലും നീ എനിക്കൊരു സ്ട്രേഞ്ചർ അല്ല എന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ്. നീ പറഞ്ഞതുപോലെ നിന്നെ കാണാൻ വരാതെയും സംസാരിക്കാതെയും ഒക്കെ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. പക്ഷേ കുറച്ചു മുമ്പ് നീ മറ്റൊരാൾക്കൊപ്പം നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഫീലിങ്സ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി എന്ന് സെറാവത്ത് പറയുന്നു. പിന്നെ എനിക്കതിന് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ടൈൻ എടുത്തടിച്ച പോലെ ചോദിച്ചപ്പോൾ സെറാവത്ത് ഒന്ന് അമ്പരക്കുന്നുണ്ട്. നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ദിവസം മുതൽ ഞാൻ എവിടെ പോയാലും എൻ്റെ മുന്നിൽ തെളിയുന്നത് നീയാണ്. എൻ്റെ സ്വപ്നത്തിൽ പോലും വന്ന് നീ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. നീ എന്നോട് ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ എന്ന് ടൈൻ ചോദിക്കുന്നു. പഴയ പോലെ ഒരു ഫേക്ക് ഡേറ്റിംഗിൽ ആവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ റിയലായിട്ട് അതുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. പരസ്പരം കൂടുതൽ അറിയാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. നീ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എനിക്ക് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് തുറന്നു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവൻ ടൈനിന്റെ മുടിയിൽ തലോടുന്നു. ടൈൻ അപ്പോൾ അവനോട് മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും ഞാൻ അപ്പോൾ തന്നെ അവന്റെ ഓഫറിൽ മുഖം കുത്തി വീണ്ടിരുന്നു എന്ന് പിന്നീട് നമ്മളോടായി പറയുന്നുണ്ട്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ടൈനിന് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് അവന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ് സെറാവത്ത്. ഞങ്ങൾ ഇപ്പോഴും ഗാഢമായ പ്രണയത്തിലാണ്. അവൻ എപ്പോഴും എന്നോട് ഈ സ്നേഹം ഉണ്ടായിരിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ടൈനിന്റെ വോയിസ് ഓവർ നമുക്ക് കേൾക്കാം. സെറാവത്ത് ടൈനിന്റെ കോട്ട് പിടിച്ച് നേരിട്ട ശേഷം അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. മുമ്പ് അവൻ പറയാറുണ്ടായിരുന്നത് പോലെ ഇങ്ങനെ നോക്കി നിന്നാൽ നീ പിന്മാറുന്നവരെ ഞാൻ നിന്നെ കിസ് ചെയ്യും എന്ന് ടൈൻ ഇപ്പോൾ പറയുന്നു. സെറാവത്ത് കിസ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്. നമ്മൾ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് ടൈൻ അവനെ തടയുന്നുണ്ട്. നീ കാർ സ്റ്റാർട്ടാക്കി തയ്യാറായിക്കോ, അപ്പോഴേക്കും ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് എത്തിയേക്കാം എന്ന് പറഞ്ഞ് സെറാവത്ത് ടൈനിനെ പറഞ്ഞു വിടുന്നു. ടൈൻ പോയി കഴിഞ്ഞപ്പോൾ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ബോക്സ് സെറാവത്ത് കയ്യിലെടുക്കുന്നുണ്ട്. അതിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന കൂട്ടത്തിൽ അന്ന് ഞാൻ അവന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നു തരാൻ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ടുള്ള യാത്ര അത്ര സുഖകരമായിരുന്നില്ല എന്ന് അവൻ നമ്മളോടായി പറയുന്നുണ്ട്. ഇന്ന് കോളേജിൽ അവരുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ്. അതിൽ പങ്കെടുക്കാൻ പോകാനാണ് രണ്ടുപേരും ടിപ് ടോപ്പിൽ റെഡിയായി ഇറങ്ങിയത്. വണ്ടിയിലിരിക്കുമ്പോൾ നിന്റെ പേരൻസ് ഫംഗ്ഷന് വരുന്നുണ്ടോ എന്ന് സെറാവത്ത് ടൈനോട് ചോദിക്കുന്നു. അവരിപ്പോൾ വരില്ല, വൈകിട്ടത്തെ പാർട്ടിക്ക് വരുമെന്ന് ടൈൻ അറിയിക്കുന്നു. നമ്മൾ ഇത്ര ദൂരം ഒരുമിച്ച് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല എന്ന് ടൈൻ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യ ദിവസം തന്നെ ഉറപ്പായിരുന്നു, ഒരു സംശയമില്ലായിരുന്നു എന്ന് സെറാവത്ത് കോൺഫിഡൻസോടെ പറയുന്നുണ്ട്. ടൈൻ വണ്ടിയിൽ മ്യൂസിക് ഓൺ ചെയ്യുന്നു. സ്ക്രബിന്റെ പാട്ട് തന്നെയാണ് അവൻ പ്ലേ ചെയ്തത്. പിന്നെ ഈ സ്ക്രബോ എന്ന് സെറാവത്ത് ചോദിച്ചപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒരേ പാട്ട് 100 തവണ കേട്ടാൽ 100ാമത്തെ തവണ കേൾക്കുമ്പോഴും ആദ്യം കേട്ടതുപോലെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു. സെറാവത്ത് മറുപടി ഒന്നും പറയാതെ എന്തോ ചിന്തിച്ചിരിക്കുന്നുണ്ട്. വണ്ടി മുന്നോട്ട് പോകുന്തോറും രണ്ടുപേരും പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണ്. സെറാവത്ത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ വിവരം ടൈൻ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഗ്രീനിന്റെ ശല്യം ഒഴിവായിട്ടും സെറാവത്ത് എന്തിനാണ് നിന്റെ പുറകെ നടക്കുന്നത് എന്നൊരു ദിവസം കൂട്ടുകാർ അവനോട് ചോദിക്കുന്നു. ആദ്യം കുറെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവസാനം സെറാവത്തിന്റെ പ്രണയാഭ്യർത്ഥനയെ കുറിച്ച് ടൈൻ കൂട്ടുകാരെ അറിയിക്കുന്നു. ഞാൻ അപ്പോഴേ ഇത് ഊഹിച്ചിരുന്നു എന്നൊരു കൂട്ടുകാരൻ പറയുന്നുണ്ട്. നിന്റെ കാര്യം എന്താണ്, നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ കൂടുതലായി ഒന്നുമില്ല, പക്ഷെ അവൻ അടുത്തുണ്ടായിരിക്കുമ്പോൾ എൻ്റെ ഹെഡ് ബീറ്റ് വല്ലാതെ കൂടാറുണ്ട്. അവൻ്റെ ഒപ്പം സ്ക്രബിന്റെ സോങ് കേൾക്കുമ്പോഴും അവൻ്റെ മുഖം എൻ്റെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവരുമ്പോഴുമൊക്കെ എൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കൂടുന്നുണ്ട്. പക്ഷെ അതൊക്കെ നോർമലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ടൈം പറയുന്നു. പിന്നെ ഇതല്ലേ നോർമൽ, ഒരാൾ പ്രണയത്തിലേക്ക് വീഴുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയും കാലം നിന്റെ ഗേൾ ഫ്രണ്ട്സിനെ എല്ലാം നീ കെയർ ചെയ്യുകയില്ലായിരുന്നോ? ഇപ്പോൾ ആദ്യമായി ഒരാൾ നിന്നെ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിനക്കത് നല്ലതായി തോന്നിയിട്ടുണ്ടാകും. മാത്രമല്ല സെറാവത്താണെങ്കിൽ സൂപ്പർ ഹോട്ടും, ആരായാലും മനസ്സൊന്ന് പാളും. നിനക്ക് അങ്ങനെയൊക്കെ തോന്നാൻ കുറച്ചൊക്കെ കാരണക്കാർ ഞങ്ങൾ കൂടിയാണ്. ഞങ്ങൾ നിന്നെ അവൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ വിട്ടില്ലേ? വിഷമിക്കേണ്ട, പഴയ പോലെ നിനക്ക് പറ്റിയ ഗേൾസിനെ കണ്ടുപിടിച്ച് തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പ്ലേ ബോയെ ഞങ്ങൾ ഉണർത്തിയെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സ് അവന് കട്ട സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടൈനെ അന്വേഷിച്ച് സെറാവത്ത് അവിടേക്ക് വന്നത്. അവനെ കണ്ടതും കൂട്ടുകാരെല്ലാം കൂടി ചാടിയിരുന്നിട്ട് അവന് നോക്കല്ലേ എന്ന് പറഞ്ഞ് ടൈനെ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. സെറാവത്തിന് പക്ഷേ അവരെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. കാരണം ഗ്രീനിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് എൻ്റെ സഹായം അവർ ചോദിച്ചത്. അതിപ്പോൾ ഒഴിവായി കിട്ടിയെങ്കിലും എൻ്റെ ശല്യം കൂടുതലാണ് എന്ന് അവന് മനസ്സിലാകുന്നു. കൂട്ടുകാർ സെറാവത്തുമായി കാണാൻ ഒരു തരത്തിലും അനുവദിക്കാതെ ഫുൾ ടൈം ടൈൻ്റെ ഒപ്പം തന്നെ കൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം സെറാവത്തിന്റെ ഫ്രണ്ട് മാൻ ഇൻസ്റ്റയിൽ ഇട്ട ഒരു പോസ്റ്റ് ടൈനെ കാണിക്കുന്നത്. അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന ഫുട്ബോൾ മാച്ചിൽ സെറാവത്തിന്റെ ടീം ജയിക്കുകയാണെങ്കിൽ ടൈൻ സെറാവത്തിനെ ഇഷ്ടമാണെന്ന് തുറന്നു പറയണം എന്നായിരുന്നു പോസ്റ്റ്. ടൈനിന്റെ ഫ്രണ്ട്സ് അവനെയും കൂട്ടി ഗ്രൗണ്ടിൽ പോയി സെറാവത്തിനെയും മാനിനെയും കണ്ട് അങ്ങനെ പോസ്റ്റ് ഇട്ടത് എന്തിനാണെന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വാക്കുകൾക്കതിന് ശേഷം സെറാവത്തിന്റെ ടീം ജയിക്കുകയാണെങ്കിൽ ടൈൻ ലവ് കൺഫെഷൻ നടത്തുമെന്നും തോറ്റാൽ
പിന്നെ സെറാവത്ത് ടൈനെ ശല്യപ്പെടുത്തരുത് എന്നുള്ള കണ്ടീഷൻ ഇരു കൂട്ടരും സമ്മതിക്കുന്നു. ജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് നീ എനിക്കുള്ള ലവ് കൺഫെഷൻ തയ്യാറാക്കി വെച്ചോളാൻ സെറാവത്ത് ടൈനോടായി പറയുന്നു. കളി കാണാൻ വരരുത് എന്ന് ടൈനിന്റെ ഫ്രണ്ട്സ് അവനെ ചട്ടം കെട്ടിയിരുന്നെങ്കിലും ടൈനിന് സ്വയം നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല. സെറാവത്ത് കൂട്ടുകാരറിയാതെ അവനോട് ആവശ്യപ്പെട്ടിരുന്ന പോലെ സെറാവത്തിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് ടൈൻ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ കൂടുതൽ ആവേശത്തോടെ സെറാവത്ത് കളിച്ചെങ്കിലും അവസാന നിമിഷം അവർ കളി തോൽക്കുന്നു. അങ്ങനെ ഒരു തിരിച്ചടി സെറാവത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ടൈനിന്റെ ഫ്രണ്ട്സിന് വാക്ക് കൊടുത്തതുപോലെ ടൈനിനെ മറക്കണമല്ലോ എന്ന ചിന്ത അവനെ കൂടുതൽ തളർത്തുന്നു. എല്ലാവരും പോയ ശേഷവും ഗ്രൗണ്ടിൽ തന്നെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവന്റെ അരികിലേക്ക് ടൈൻ എത്തിയത്. മത്സരം തോറ്റാൽ നീ എന്റെ പുറകിന് വരരുത് എന്നല്ലേ ഡീൽ, ഞാൻ നിന്റെ പുറകിന് വരുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ സെറാവത്തിന് അരികിൽ ഇരിക്കുന്നു. സെറാവത്തിന്റെ മൂഡ് ഓഫ് മാറ്റാൻ മൂഡ് ഓഫ് ആകാറുള്ളപ്പോൾ ഞാൻ ഇതാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞ് ടൈൻ സ്ക്രബിന്റെ പാട്ട് അവനെ കൂടി കേൾപ്പിക്കുന്നു. കുറെ നേരം ടൈനിന്റെ ഒപ്പം അങ്ങനെ പാട്ട് കേട്ടിരുന്നപ്പോൾ സെറാവത്ത് ശരിക്കും നല്ല മൂഡിലാകുന്നുണ്ട്. ഇടയ്ക്ക് രണ്ടുപേരും മുഖാമുഖം നോക്കിയിരുന്നപ്പോൾ ടൈനിന് അവൻ പറയാറുള്ളത് പോലെ ഹെഡ് ബീറ്റ് വരുന്നതിനാൽ അവൻ ഉടൻ തന്നെ ഹെഡ്ഫോൺ വലിച്ചെടുത്ത് പാട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം കളി നിങ്ങൾ തോറ്റത് ശരിക്കും റഫറി തെറ്റായ തീരുമാനം എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു ചാൻസ് കൂടി തരാം. അടുത്ത മത്സരത്തിൽ നീ ജയിച്ചാൽ ഇപ്പോൾ പറഞ്ഞ കണ്ടീഷൻ അപ്പോഴും വാലിഡ് ആയിരിക്കും എന്ന് ടൈൻ പറയുന്നു. ടൈനിന് തന്നെ ഇഷ്ടമാണെന്ന് അതോടെ സെറാവത്തിന് പൂർണ്ണ ബോധ്യമാകുന്നുണ്ട്. പക്ഷെ അടുത്ത മത്സരത്തിൽ നേരിടേണ്ടി വരുന്നത് തന്റെ ശത്രുവിനെ ആയിരിക്കുമെന്ന് സെറാവത്ത് അപ്പോൾ കരുതിയിട്ടില്ല. ടൈൻ ആദ്യം എഴുന്നേറ്റ് പോയതിനാൽ സെറാവത്ത് ഡ്രസ് ചേഞ്ച് ചെയ്ത് ബാഗുമായി നടന്നു വരുമ്പോഴാണ് മുഖം മറച്ച ഒരു സംഘം അവനെ ആക്രമിച്ചത്. അവർ കുറെ പേരുണ്ടായിരുന്നതിനാൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സെറാവത്തിനെ അന്വേഷിച്ച് മടങ്ങി വന്ന ടൈൻ അവനെ ആക്രമിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അക്രമി സംഘം അവനെ ഉപദ്രവിക്കുന്നു. സ്വന്തം ശരീരം വേദനിച്ചേക്കാൾ ടൈനിനെ തല്ലുന്ന കണ്ടപ്പോഴാണ് സെറാവത്തിന് വേദനിച്ചത്. ബോധം പോയ ടൈനിനെ അവൻ സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സെറാവത്തിന് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം ടൈനിന് ചെറിയ കോൾഡ് തുടങ്ങുന്നുണ്ട്. സെറാവത്ത് അവനെ ലൈബ്രറിയിൽ ഇരുത്തിയിട്ട് എന്തിനാ പുറത്തേക്ക് പോയ സമയം മിൽ അവിടെ എത്തി തന്റെ ജാക്കറ്റ് അവന് പുതപ്പിച്ചു കൊടുക്കുന്നു. അത് കണ്ടുകൊണ്ട് മടങ്ങി വന്ന സെറാവത്ത് അവനെ പിടിച്ച് തള്ളി മാറ്റിയപ്പോൾ നിന്റെ ബോയ് ഫ്രണ്ടിന് കോൾഡ് ആണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ജാക്കറ്റ് നൽകിയതേ ഉള്ളൂ എന്ന് മിൽ പറയുന്നു. അവനിപ്പോൾ എന്റെ ജാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് സെറാവത്ത് ആ ജാക്കറ്റ് വലിച്ചെറിയുന്നുണ്ട്. നിന്റെ ഈ ചെക്കനെ നന്നായി ശ്രദ്ധിച്ചോളം, അവനെ കുറെ പേർ മോഹിക്കുന്നുണ്ട് എന്ന് മിൽ പറഞ്ഞപ്പോൾ എനിക്ക് അവരൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷെ ചില തെരുവ് നായ്ക്കളുടെ ശല്യമാണ് സഹിക്കാൻ വയ്യാത്തതെന്ന് സെറാവത്ത് പറയുന്നു. അവൻ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായതിനാൽ മിൽ അവനെ എതിർക്കാൻ തുടങ്ങിയപ്പോഴേക്കും സെറാവത്തിന്റെ ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നതിനാൽ ഇവിടെ വെച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല, നമുക്ക് ഫീൽഡിൽ വെച്ച് കാണാം, ഇതിന്റെ ബാക്കി അവിടെ തരാമെന്ന് പറഞ്ഞ് മിൽ അവിടെ നിന്ന് പോകുന്നു. മിൽ അങ്ങനെ വെല്ലുവിളിച്ചത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ സെറാവത്ത് ഫീൽഡിൽ ഇറങ്ങാൻ ടൈൻ സമ്മതിക്കുന്നില്ല. അവൻ എക്സ്ട്രായി മാറിയിരിക്കുകയാണ്. സെറാവത്തിന്റെ ഫ്രണ്ട്സിനെ മിൽ കളിക്കിടയിൽ നന്നായി പെരുമാറുന്നുണ്ട്. ചിയർ ലീഡിംഗ് ടീമിന്റെ ഒപ്പം ടൈനും കളി കാണാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അപ്പോഴും പനിയുടെ അസ്വസ്ഥത വളരെ നന്നായി ഉണ്ട്. മില്ലിന്റെ ചവിട്ടുകൊണ്ട് സെറാവത്തിന്റെ ഫ്രണ്ടിന്റെ കാലിന് കാര്യമായി പരിക്ക് പറ്റുന്നു. അതുകൂടിയായപ്പോൾ പിന്നെ അവന് കണ്ടിരിക്കാൻ കഴിയുന്നില്ല. അവൻ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. സെറാവത്തിന്റെ ശ്രദ്ധ കളിയിലേക്ക് തിരിഞ്ഞ സമയത്താണ് ടൈൻ ക്ഷീണം കൂടി മയങ്ങി വീണത്. ആ സമയത്ത് തന്നെ മിൽ സെറാവത്തിന്റെ മുട്ടിന് പരിക്കേൽപ്പിക്കുന്നതിനാൽ അവനും എഴുന്നേൽക്കാൻ കഴിയാതെ വീണു പോകുന്നു. ടൈൻ വീണത് കണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുന്നു. മില്ലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സെറാവത്തിന് പക്ഷേ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മാൻ വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് താങ്ങി പിടിച്ച് ടൈനിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ടൈനിന്റെ അരികിൽ ഇരിക്കുകയായിരുന്ന മില്ലിനെ സെറാവത്ത് തള്ളി ദൂരേക്ക് എറിയുന്നുണ്ട്. സെറാവത്ത് ടൈനിന്റെ അരികിൽ ചെന്നിരുന്ന് അവന്റെ കയ്യിൽ പിടിച്ച് അവനെ വിളിക്കുകയും കുലുക്കി കൊടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇടയ്ക്ക് അവൻ കണ്ണു തുറന്ന് നിന്റെ കാലെങ്ങനെ ഉണ്ടെന്ന് സെറാവത്തിനോട് ചോദിക്കുന്നു. എന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കാനാണോ ഇപ്പോൾ സമയം, നിന്റെ കാര്യം നേരെയാക്കാൻ നോക്കുക എന്നവൻ മറുപടി പറയുന്നുണ്ട്. അപ്പോഴേക്കും ടൈനിന്റെ ബോധം വീട്ടു പോകുന്നു. രണ്ടുപേരും പരസ്പരം കാണിക്കുന്ന സ്നേഹവും കരുതലുമെല്ലാം അവിടെ കൂടി നിന്നവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ടൈനിന് പിന്നെ ബോധം വന്നപ്പോൾ അവൻ ആശുപത്രി കിടക്കിലായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്ന ഫങ് അവനോട് ഒച്ചയുണ്ടാക്കല്ലേ എന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് തൊട്ടടുത്ത് വീൽ ചെയറിൽ ഇരുന്ന് ഉറങ്ങുന്ന സെറാവത്തിനെ അവൻ കണ്ടത്. അവന്റെ കാലിൽ ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. നീ നിന്റെ ലവ് കൺഫെഷൻ പോസ്റ്റ് ചെയ്യേണ്ടി വരും, സെറാവത്തിന്റെ ടീമാണ് ജയിച്ചത് എന്ന് ഫങ് ടൈനിനോട് പറയുന്നു. സെറാവത്ത് കണ്ണടച്ച് കിടക്കുകയായിരുന്നെങ്കിലും അവനതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. കൃത്യസമയത്ത് വിവരങ്ങൾ ടൈനോട് പറഞ്ഞതിന് നീ ശരിക്കും ഒരു ലവ് ഫിലോസഫർ തന്നെയാണ് എന്നവൻ ഫങ്ങിന് മനസ്സിൽ നന്ദി പറയുന്നു. ടൈനിന്റെ പനിയും ക്ഷീണവും ഒക്കെ മാറിയെങ്കിലും സെറാവത്തിന്റെ കാല് ശരിയാകാൻ കുറച്ച് സമയമെടുക്കുമായിരുന്നു. ടൈനിന്റെ സഹായത്തോടെയാണ് അടുത്ത ദിവസം അവൻ കോളേജിലെത്തിയത്. ഒരാഴ്ച റൂമിൽ നിന്ന് വിശ്രമിച്ചിട്ട് അടുത്ത ആഴ്ച മുതൽ വന്നാൽ പോരെ എന്ന് ടൈൻ ചോദിച്ചെങ്കിലും അവൻ്റെ മ്യൂസിക് ബാൻഡിന് അടുത്ത് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നതിനാൽ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ വന്നേ പറ്റൂ എന്നവൻ നിർബന്ധം പിടിച്ചാണ് വന്നത്. കാലിന് പരിക്ക് പറ്റിയ കാരണം ടൈനാണ് കൂടുതൽ കുഴപ്പത്തിലാകാൻ പോകുന്നതെന്ന് സെറാവത്ത് അപ്പോൾ അറിഞ്ഞിരുന്നതേയില്ല. അവർ മ്യൂസിക് ക്ലബ്ബിലെത്തിയപ്പോൾ പരിക്കേറ്റിരിക്കുന്ന സെറാവത്തിനെ കൊണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്ന ചർച്ചയിലായിരുന്നു അവർ. എനിക്ക് കുഴപ്പമില്ല, പെർഫോം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് സെറാവത്ത് പറഞ്ഞെങ്കിലും നിന്റെ കാലിന് മാത്രമല്ല കൈക്കും പരിക്കേറ്റു എന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് നിനക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് ഡിം പറയുന്നു. സെറാവത്തിന് പകരം ഞാൻ പെർഫോം ചെയ്തോട്ടെ എന്ന് ടൈൻ ഡിമിനോട് ചോദിക്കുന്നു. ടൈനിന്റെ ലെവലിനെ കുറിച്ച് നന്നായി അറിയാവുന്നത് കൊണ്ട് സെറാവത്ത് അതിനെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഗ്രീനും പേളും ഉൾപ്പെടെയുള്ള പുതിയ മെമ്പേഴ്സ് എല്ലാം ഞങ്ങൾ കൂടി പെർഫോം ചെയ്തോട്ടെ എന്ന് ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു. അവരുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ ടൈനിന് ഒരു അവസരം നൽകാൻ തന്നെ ഡിം തീരുമാനിക്കുന്നു. ഡിമിന് ഭ്രാന്താണെന്നാണ് ടൈനിനെ പെർഫോം ചെയ്യാൻ അവൻ സമ്മതിച്ചപ്പോൾ സെറാവത്തിന് തോന്നിയത്. താൻ നേരിട്ട് പറഞ്ഞാൽ ടൈൻ കേൾക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൻ ടൈനിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫെങ്ങിനോട് അവനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ സഹായിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.
സഹായിക്കാമെന്ന് പറയുന്നതിന് പകരം ഫെങ് അവനോട് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്തത്. ടൈൻ, ഇതുവരെ നിന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ എന്നവൻ ചോദിക്കുന്നു. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സെറാവത്ത് ചോദിച്ചപ്പോൾ ബന്ധമുണ്ട്. ഇത്രയും കാലം അവന്റെ എക്സ് ലവേഴ്സിനെ എല്ലാം കെയർ ചെയ്തിരുന്നത് അവനായിരുന്നു. പക്ഷെ ഇപ്പോൾ അവനാണ് കെയർ ചെയ്യപ്പെടുന്നത്. അവൻ അതുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നീയുമായി ചേരാൻ തക്കവണ്ണം മിടുക്കനാണ് ഞാൻ എന്ന് തെളിയിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഫെങ് പറയുന്നു. അത് കേട്ടപ്പോൾ സെറാവത്തിന് സന്തോഷമാണ് തോന്നിയത്. സന്തോഷിക്കാൻ വരട്ടെ, അവൻ ഈ ശ്രമത്തിൽ ഫെയിലായാൽ നിനക്ക് പറ്റിയ ആളല്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടാനും സാധ്യതയുണ്ടെന്ന് ഫെങ് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെയാണെങ്കിൽ ടൈൻ ഇതിൽ പരാജയപ്പെടാതിരിക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് സെറാവത്ത് മനസ്സിൽ ഉറപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ടൈൻ വിശ്രമമില്ലാതെ പരിശീലനത്തിലായിരുന്നു. തെറ്റുകൾ തിരുത്തി കൊടുത്തും ഒപ്പം കൂടിയിരുന്നും സെറാവത്ത് എപ്പോഴും അവന്റെ കൂടെ തന്നെയുണ്ട്. ഒരു തവണ പിച്ച് ശരിക്ക് പിടിക്കാൻ പഠിപ്പിക്കുന്ന കൂട്ടത്തില്ല ടൈൻ അത് നൽകിക്കൊണ്ട് എന്നെ വിവാഹം കഴിക്കുമെന്ന് സെറാവത്ത് ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും പിക്ക് കൊടുത്തിട്ട് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അവനെ കളിയാക്കുന്നു. ഗിത്താറിന്റെ സ്ട്രിങ്സുമായുള്ള മത്സരത്തിനിടയിൽ ടൈൻ്റെ വിരലുകളുടെ അറ്റം പൊട്ടി ചോരയിലിക്കാൻ തുടങ്ങിയപ്പോൾ സെറാവത്ത് അവിടെയെല്ലാം ബാൻഡേജ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴും എന്നെ വിവാഹം കഴിക്കുമെന്ന് അവൻ ചോദിക്കുന്നു. ടൈൻ അപ്പോഴും അത് തമാശയായി തള്ളിക്കളയുകയാണ്. ടൈൻ്റെ പെർഫോമൻസ് നടക്കാനിരിക്കുന്നതിൻ്റെ തലേദിവസം സെറാവത്ത് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനെത്തിയപ്പോൾ എക്സ്റേ എടുത്ത് അതുമായി നാളെ രാവിലെ വന്ന് ഡോക്ടറെ കാണണം എന്ന് നഴ്സ് അറിയിക്കുന്നു. രാവിലത്തെ സമയമല്ലാതെ പിന്നെ എപ്പോഴെങ്കിലും വന്ന് കണ്ടാൽ മതിയെന്ന് സെറാവത്ത് ചോദിച്ചെങ്കിലും രാവിലെ ഒഴികെയുള്ള മുഴുവൻ സമയവും ഡോക്ടറുടെ ഷെഡ്യൂൾ ഫുൾ ബുക്കിംഗ് ആണ്. അതുകൊണ്ട് അപ്പോൾ തന്നെ വന്നേ പറ്റൂ എന്ന് സിസ്റ്റർ അറിയിക്കുന്നു. ടൈൻ എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് പെർഫോം ചെയ്യുമ്പോൾ അവന് സപ്പോർട്ടുമായി അവിടെ ഉണ്ടാകാൻ പറ്റില്ല എന്നോർത്ത് സെറാവത്ത് വിഷമിക്കുന്നുണ്ട്. ടൈൻ അറിയാതെ ഡോക്ടറെ കാണാൻ പോകണ്ട എന്നവൻ തീരുമാനിച്ചെങ്കിലും എങ്ങനെയോ വിവരം അറിഞ്ഞ് ടൈൻ അവനെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. അനിയൻ്റെ ഒപ്പമാണ് സെറാവത്ത് പോയത്. ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും ധൈര്യം സംഭരിച്ച് ടൈൻ പെർഫോം ചെയ്ത് തുടങ്ങിയെങ്കിലും അവൻ്റെ പാട്ടിനെ ആളുകളെ പിടിച്ചിരുത്താൻ മാത്രമൊന്നും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടില്ലാത്തതിനാൽ ഓഡിയൻസ് ആയിരുന്ന കുട്ടികൾ കേൾക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഫോണിൽ നോക്കിയിരിക്കുകയും പരസ്പരം വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ടൈൻ്റെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടുന്നു. അവനൊക്കെ പരിഗണനയിലിരിക്കുന്ന സമയത്താണ് ചെക്കപ്പ് കഴിഞ്ഞ് സെറാവത്ത് മടങ്ങിയെത്തിയത്. ടൈൻ്റെ പെർഫോമൻസിന് വരാൻ വേണ്ടി അതിരാവിലെ തന്നെ ഉണർന്ന് അവൻ ഡോക്ടറെ കാണാൻ പോയിരുന്നു. അതുകൊണ്ട് ആദ്യ നമ്പർ തന്നെ കിട്ടുകയും കൃത്യസമയത്ത് മടങ്ങി വരാൻ കഴിയുകയും ചെയ്തു. സെറാവത്തിനെ കണ്ടപ്പോൾ ടൈനിനെ കുറിച്ച് ജീവൻ വയ്ക്കുന്നുണ്ട്. അവൻ വീണ്ടും പാടി തുടങ്ങുന്നു. സെറാവത്തും അവൻ്റെ ഒപ്പം പാടുന്നുണ്ട്. പാട്ട് കഴിഞ്ഞുകൂടാൻ സെറാവത്ത് പരസ്യമായി ഇനിയെങ്കിലും നിനക്കെൻ്റെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ എന്ന് ടൈനോട് ചോദിക്കുന്നു. സെറാവത്തിന്റെ ഫാൻസായ അവിടെ കൂടിയിരുന്ന പെൺകുട്ടികളെല്ലാം അത് കേട്ട് ആകെ ഷോക്കാകുന്നുണ്ട്. ടൈനും എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഡിം സ്റ്റേജിലേക്ക് കയറി വന്ന് സെറാവത്ത് ഇപ്പോൾ പറഞ്ഞതും മ്യൂസിക് ക്ലബിൻ്റെ ഷോയുടെ ഭാഗമായി ഞങ്ങൾ തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണ് എന്ന് പറയുന്നത്. സെറാവത്ത് ആകെ നിരാശനാക്കുന്നുണ്ട്. ഡിമ്മിന് മൂഡിങ്ങനെ നശിപ്പിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. ഇത് വെറും ഷോ ആണെന്ന് അവനെങ്ങനെ പറയാൻ തോന്നിയെന്ന് കൂട്ടുകാർ കുറ്റപ്പെടുത്തിയപ്പോൾ ഓഡിയൻസ് എത്രമാത്രം ഷോക്കായി എന്ന് നിങ്ങളും കണ്ടതല്ലേ. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് സെറാവത്ത് പറയുന്നുണ്ട്. ബാക്ക് സ്റ്റേജിൽ വെച്ച് കണ്ടപ്പോൾ നീ വെറും ഷോയ്ക്ക് വേണ്ടി പറഞ്ഞതായിരുന്നു അല്ലേ, സത്യമായിരിക്കുമെന്ന് കരുതി ഞാൻ ടെൻഷനായിരുന്നു എന്ന് ടൈം പറയുന്നു. സത്യമല്ലാത്തത് കൊണ്ട് നിനക്ക് ആശ്വാസമായി എന്ന് സെറാവത്ത് ചോദിച്ചപ്പോൾ ആശ്വാസമായി, നീ അത് ശരിക്കും ചോദിച്ചതായിരുന്നെങ്കിൽ മറുപടി നൽകാൻ ഞാൻ വിഷമിച്ചു പോയേനെ. നിനക്ക് വേണ്ടി ഞാൻ ആകെ ചെയ്തത് ഇന്നത്തെ പെർഫോമൻസ് ആണ്. പക്ഷേ അതിൽ ഞാൻ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഒരു സിനിമ പോലെ എല്ലാം ഹാപ്പി എൻഡിങ് ആയിരിക്കും എന്ന് നീയല്ലേ പറഞ്ഞത്, എന്നിട്ട് ഞാനായിട്ട് അത് മുഴുവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ടൈം കരയാൻ തുടങ്ങുന്നു. ചിലപ്പോൾ നിന്റെ സിനിമയിലെ നായകൻ ഞാനായിരിക്കില്ല എന്നവൻ കരച്ചിലിനിടയിൽ പറയുന്നു. സെറാവത്ത് കുറച്ചു സമയം അത് കേട്ട് നിന്നെങ്കിലും ടൈൻ അവസാനം പറഞ്ഞത് കേട്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചിട്ട്, ഇത് നമ്മളെക്കുറിച്ചുള്ള സിനിമയാണെങ്കിൽ ഇതിന്റെ എൻഡിങ് സാഡ് ആക്കണോ അതോ എൻ്റെ ബോയ് ഫ്രണ്ട് ആകാൻ സമ്മതിച്ചുകൊണ്ട് ഹാപ്പി ആക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണെന്ന് അവൻ പറയുന്നു. നീ പിന്നെയും തമാശ പറയുകയാണെന്ന് ടൈം ചോദിച്ചപ്പോൾ ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്. നീ ഏതാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്, ഹാപ്പി എൻഡിങ് ആണോ സാഡ് എൻഡിങ് ആണോ എന്ന് സെറാവത്ത് വീണ്ടും ചോദിക്കുന്നു. ടൈം മറുപടിയൊന്നും പറയാതെ പോകുന്നത് കണ്ട് സെറാവത്ത് നമ്പരക്കുന്നുണ്ട്. പക്ഷെ ടൈം പോയതായിരുന്നില്ല. അവൻ അവിടെ നിന്ന് ഒരു ജ്യൂസ് കുപ്പി എടുത്തുകൊണ്ട് വന്ന് മുമ്പ് സെറാവത്ത് അതിൻ്റെ പുറത്ത് എഴുതിയതുപോലെ അതിൻ്റെ പുറത്ത് എഴുതിയിട്ട് എനിക്ക് സാഡ് എൻഡിങ് ഉള്ള സിനിമകൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അത് സെറാവത്തിന് നീട്ടിക്കൊണ്ട് എനിക്ക് ഓക്കെ ആണെന്ന് പറയുന്നു. എന്തിനോക്കെയാണ് എന്ന് സെറാവത്ത് ഒന്നും മനസ്സിലാകാതെ ചോദിച്ചപ്പോൾ നിന്റെ ബോയ് ഫ്രണ്ട് ആകാൻ ഞാൻ റെഡിയാണ് എന്ന് അവൻ പറയുന്നു. സെറാവത്ത് ആ കുപ്പി വാങ്ങി നോക്കുന്നുണ്ട്. അതിൽ സെറാവത്തിന് ആൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവന്റെ പേര് ടൈൻ എന്നാണ് എഴുതിയിരുന്നത്. അത് കണ്ടപ്പോൾ സെറാവത്തിന് ഉണ്ടായ സന്തോഷം പറഞ്ഞിരിക്കാൻ കഴിയില്ല. നീ ശരിക്കും ക്യൂട്ടാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് ചെന്നവൻ ടൈനെ കെട്ടിപ്പിടിക്കുന്നു. ടൈൻ തിരിച്ചും. അങ്ങനെ ഒഫീഷ്യലി കപ്പിൾസ് ആയ ശേഷം അവർ ഒരുമിച്ച് ഒരു മുറിയിലേക്ക് താമസം മാറുന്നു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് ഉറങ്ങാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. ഇവർ മാത്രമായിരുന്നില്ല ഇങ്ങനെയുള്ള കപ്പിൾസ്. സെറാവത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മാനും ടൈനിൻ്റെ ബ്രദറും കപ്പിളായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ സെറാവത്തിൻ്റെ ബ്രദറും അവൻ്റെ ആജന്മശത്രുവായ മില്ലും കുറേ സംഭവവികാസങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്നുണ്ട്. അവരുടെ റിലേഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ സെറാവത്ത് എതിർക്കാനൊന്നും ശ്രമിച്ചില്ല. എൻ്റെ അനിയനെ നന്നായി നോക്കിക്കൊള്ളണം എന്ന് മാത്രം അവൻ മില്ലിനോട് പറയുന്നു. ഒരിക്കലും ഒരുമിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന ചില കപ്പിൾസും കൂട്ടത്തിലുണ്ട്. ഗ്രീനും ഡിമ്മും അതിൽ ഉൾപ്പെടുന്നത്. അവർ 3 ദിവസം സ്നേഹത്തിലാണെങ്കിൽ ബാക്കി 4 ദിവസം അടിയായിരിക്കും. പിയറിൻ്റെ പുറകെയും ടൈനിൻ്റെ പുറകെയും സെറാവത്തിൻ്റെയും ഫ്രണ്ട്സിലെ 2 പേർ ഒരുപോലെ വട്ടം ചുറ്റി നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാൾക്ക് അവസാനം നറുക്ക് വീഴുന്നുണ്ട്. ഒരുമിച്ച് താമസം മാറി തുടങ്ങി എന്ന് കരുതി കാര്യങ്ങളെല്ലാം സുന്ദരമായിരിക്കുമെന്ന് വിചാരിക്കരുത്.
പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വരും. എല്ലാ കപ്പിൾസിനും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും സെറാവത്തിനും ടൈനും ഉണ്ടാകുന്നുണ്ട്. രണ്ടുപേരുടെയും ഇഷ്ടങ്ങളിലും ടേസ്റ്റിലുമൊക്കെയുള്ള വ്യത്യാസം അതിൽ ചിലത് മാത്രമാണ്. ടൈനും സെറാവത്തും സീനിയേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ക്ലബിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നു. സെറാവത്ത് മ്യൂസിക് ക്ലബിന്റെയും ടൈം ചിയർ ലീഡിംഗ് ക്ലബിന്റെയും പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്നു. ക്ലബിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലും അല്ലാതെയും ഒക്കെ രണ്ടുപേരും തമ്മിൽ ചിലപ്പോഴൊക്കെ പിണക്കങ്ങളും ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് മ്യൂസിക് ക്ലബിന്റെ ഒരു പെർഫോമൻസിന്റെ പ്രാക്ടീസിനായി സെറാവത്ത് 2 ആഴ്ച ഡിമിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരുന്നു. കപ്പിൾസായി ഒരുമിച്ചതിന് ശേഷം ടൈനും സെറാവത്തും ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. ആദ്യമായാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. പോകണമെന്ന് സെറാവത്ത് പറഞ്ഞപ്പോഴേ ടൈനിന്റെ മുഖം വാടുന്നുണ്ട്. 2 ആഴ്ച പെട്ടെന്ന് കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് സെറാവത്ത് അവനെ സമാധാനിപ്പിക്കുന്നു. പ്രാക്ടീസിന് മുടക്കം വരാതിരിക്കാൻ വീട്ടിലെത്തിയപ്പോഴേ ഡിം അംഗങ്ങളുടെ എല്ലാം ഫോൺ കസ്റ്റഡിയിലെടുത്ത് പൂട്ടി വെക്കുന്നുണ്ട്. വീടിന് പുറത്ത് വിടുകയുമില്ല. സെറാവത്തിനെ കാണാതെയും മിണ്ടാതെയും ടൈനിന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാകുന്നു. സെറാവത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. പോകുന്നതിന് മുമ്പ് ഞാനാണ് എന്ന് പറഞ്ഞ് സെറാവത്ത് ഏൽപ്പിച്ചിട്ട് പോയ പാവയിൽ നോക്കിയിരുന്ന് എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ടൈൻ ഒരു ദിവസം കരഞ്ഞു പോകുന്നുണ്ട്. അവനെ മിസ് ചെയ്ത സെറാവത്തും ഡിമ്മിന്റെ അടുത്ത് നിന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി അവനറിയാതെ അപ്പോൾ അവിടെ എത്തിയിരുന്നു. ടൈനിന്റെ കരച്ചിൽ മറിഞ്ഞെന്ന് അവൻ കാണുന്നുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന് നിറകണ്ണുകളോട് അവനും പറയുന്നു. അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി അവർ ഇപ്പോഴും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത്ര ദൂരം മുന്നോട്ട് വരുമെന്ന് ആദ്യമൊന്നും രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ആ ക്യൂട്ട് കപ്പിൾസ് കോളേജ് ലൈഫിന്റെ അവസാനമായ ഗ്രാജുവേഷൻ സെറമണിക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടുപേരുടെയും ഫ്രണ്ട്സ് എല്ലാം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഫോട്ടോ സെഷനുമായി എല്ലാവരും നല്ല തിരക്കിലാണ്. സെറാവത്ത് ടൈൻ അറിയാത്ത ചില പ്ലാനിങ്ങിലാണ്. ഡിമ്മിന് മാത്രമേ ഇപ്പോൾ അതിനെക്കുറിച്ച് അറിയുകയുള്ളൂ. നിന്റെ പ്ലാനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനമെന്ന് ഡിം ചോദിച്ചപ്പോൾ അവന്റെ പേരൻസ് ഇതുവരെ എത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പ്ലാനുമായി മുന്നോട്ട് പോകാം എന്ന് സെറാവത്ത് പറയുന്നു. നീ റെഡിയായി കഴിയുമ്പോൾ ഇങ്ങനെ കൈകുലുക്കി സിഗ്നൽ തന്നാൽ മതി എന്ന് ഡിം പറയുന്നു. സെറാവത്ത് സമ്മതിക്കുന്നുണ്ട്. ബാക്കി കപ്പിൾസും ഇപ്പോഴും ഹാപ്പിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സെറാവത്തും ഡിമ്മും തമ്മിൽ മാറി നിന്ന് സംസാരിക്കുന്നത് ടൈൻ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ എന്താണ് ഇത്ര കാര്യമായി പറഞ്ഞത്? രണ്ടുപേരുടെയും മുഖം ഭയങ്കര സീരിയസ് ആയിരുന്നല്ലോ എന്ന് ടൈൻ ചോദിച്ചപ്പോൾ നിന്റെ മുഖത്തൊക്കെ എണ്ണമയമായില്ല എന്ന് ചോദിച്ച് സെറാവത്ത് വിഷയം മാറ്റുന്നുണ്ട്. അപ്പോഴാണ് ടൈനിന്റെ ബ്രദർ അവർക്കരികിലേക്ക് വന്ന് അവന് ബൊക്കെ നീട്ടിയിട്ട് പേരൻസ് വന്നിട്ടുണ്ട് എന്നറിയിക്കുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും അവർക്കിടയിലേക്ക് വന്ന് ടൈനിന് ബൊക്കെ നൽകുന്നു. ഡിമ്മും സംഘവും അപ്പോഴേക്കും പെർഫോമൻസിനായി സ്റ്റേജിൽ കയറിയിരുന്നു. ടൈനിന്റെ പേരൻസിനെ കണ്ടപ്പോൾ തന്നെ തന്റെ പ്ലാൻ ആകെ പൊളിയുമല്ലോ എന്നാണ് സെറാവത്ത് ആദ്യം ചിന്തിച്ചത്. ടൈൻ സെറാവത്തിനെ പേരൻസിന് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ റിലേഷനെ കുറിച്ചൊന്നും അവർക്കറിയില്ല. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ സെറാവത്ത് മാറി നിന്നെങ്കിലും ടൈനിന്റെ അച്ഛൻ അവനെ കൂടി അടുത്ത് വിളിച്ചു നിർത്തുന്നു. ആ സമയത്ത് സെറാവത്തിന്റെ കയ്യിലെ പിക്ക് കൊണ്ടുള്ള ബ്രേസ്ലെറ്റ് അച്ഛൻ കാണുന്നുണ്ട്. ടൈനിന്റെ കയ്യിലുള്ളതുപോലെ തന്നെയാണല്ലോ ഇത് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. ആക്ച്വലി ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ സമയത്ത് സെറാവത്ത് രണ്ടുപേർക്കുമായി റെഡിയാക്കിയ കപ്പിൾ ബ്രേസ്ലെറ്റ് ആയിരുന്നു അത്. ഫോട്ടോ എടുത്ത ശേഷം എല്ലാവരും ഡിമ്മിന്റെ സംഘത്തിലെ പ്രോഗ്രാം കാണാൻ സ്റ്റേജിന് മുന്നിൽ ചെന്ന് നിൽക്കുന്നു. ടൈനിന്റെ പേരൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്ലാൻ വേണ്ട എന്ന് സെറാവത്ത് ഡിമ്മിനെ ആംഗ്യം കാണിക്കുന്നു. പക്ഷെ അവൻ വേണ്ട എന്നുള്ളതിന് കാണിച്ച അതേ ആംഗ്യം തന്നെയാണ് ഡിം നേരത്തെ സിഗ്നലായി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അവൻ റെഡിയായി എന്നാണ് ഡിം കരുതിയത്. ഞാൻ ഏറ്റു എന്നവൻ തിരിച്ചാംഗ്യം കാണിച്ചപ്പോൾ സെറാവത്ത് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നില്ല. പണി കെട്ടുമെന്ന് ഉറപ്പായപ്പോൾ സെറാവത്ത് തലചൊറിയുന്നുണ്ട്. ആ സോങ് കഴിഞ്ഞപ്പോൾ ഡിം മൈക്ക് വാങ്ങി മ്യൂസിക് ക്ലബ് പ്രസിഡന്റ് നമുക്ക് വേണ്ടി ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഷോ നടത്തുന്നതാണ് എന്ന് അനൗൺസ് ചെയ്യുന്നു. അദ്ദേഹത്തിന് വളരെ സ്പെഷ്യലായ ഒരാൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ് എന്ന് പറഞ്ഞ് സെറാവത്തിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. 8ന്റെ പണി കിട്ടിയതുപോലെ ആയി സെറാവത്ത്. പോവുകയല്ലാതെ അവന് വേറെ വഴി ഉണ്ടായിരുന്നില്ല. ചമ്മലോടെയാണ് സ്റ്റേജിലേക്ക് കയറിയതെങ്കിലും മൈക്ക് കൈ കിട്ടിയപ്പോൾ അവൻ അതൊക്കെ മറക്കുന്നു. വിജയകരമായി ഗ്രാജുവേഷൻ പൂർത്തിയാക്കി എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ട് ടൈൻ, ഇന്ന് രാവിലെ നീ എന്നോട് ചോദ്യം ചോദിച്ചില്ലേ, ഒരേ പാട്ട് തന്നെ 100 തവണ പാടേണ്ടി വന്നാൽ മടുക്കുമോ എന്ന്? അതിനുള്ള ഉത്തരമാണിത് എന്ന് പറഞ്ഞ് അവൻ്റെ പാട്ട് പാടുന്നു. പാട്ടിലെ ഓരോ വരികളും ടൈനിനെ കുറിച്ചായിരുന്നു. ടൈൻ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പാട്ടിനിടയിൽ സെറാവത്ത് വളരെ നന്നായി പാടുന്നുണ്ടല്ലോ എന്ന് ടൈനിന്റെ അമ്മ അച്ഛനോട് പറഞ്ഞപ്പോൾ അവൻ അവന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയാണ് പാടുന്നത്. ശരിയല്ലേ ടൈൻ എന്ന് അച്ഛൻ ടൈനോടായി ചോദിക്കുന്നുണ്ട്. ഡിം സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ടൈനിന്റെ അടുത്ത് നിൽക്കുന്ന പേരൻസിനെ കണ്ടത്. അതാരാണ് എന്നവൻ ഗ്രീനോട് ചോദിക്കുന്നുണ്ട്. ടൈനിന്റെ പേരൻസ് ആണെന്നറിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ അവൻ സെറാവത്തിനെ കണ്ണു കാണിക്കുന്നുണ്ട്. സെറാവത്ത് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ തകർത്ത് പാടുകയാണ്. പാട്ടിന്റെ അവസാനം അവൻ കയ്യിൽ കരുതിയിരുന്ന ബോക്സ് പോക്കറ്റിൽ നിന്ന് കയ്യിലെടുത്ത് അതുമായി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ടൈൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. സെറാവത്തിന്റെ വരവ് കണ്ട് പ്രപ്പോസൽ ചെയ്യാനുള്ള ഉദ്ദേശമാണെന്ന് മനസ്സിലാവുന്നതിനാൽ ടൈൻ പേരൻസിന് നേർക്ക് ഒന്ന് നോക്കിയെങ്കിലും സെറാവത്തിന് ഒരു കുലക്കവും ഇല്ലാതെ മുന്നോട്ട് ചെല്ലുന്നു. 10 തവണയോ 100 തവണയോ ഇനി 1000 തവണയോ ആയാലും നിന്റെ ഒപ്പം പാട്ട് പാടുമ്പോൾ എനിക്കൊരിക്കലും മടുക്കാറില്ല എന്ന് പറഞ്ഞിട്ടവൻ കയ്യിലിരുന്ന ബോക്സ് തുറന്ന് കാണിക്കുന്നു. അതിൽ 2 പിക്കായിരുന്നു. നിന്റെ കാര്യം എങ്ങനെയാണ്, നിനക്ക് മടുക്കുമോ എന്ന് അവൻ ചോദിക്കുന്നു. നിനക്കില്ലെങ്കിൽ പിന്നെ എനിക്ക് മടുക്കുമോ എന്ന് ചോദിച്ച് ടൈൻ അതിൽ നിന്നൊരു പിക്ക് എടുക്കുന്നുണ്ട്. മറ്റേ പിക്ക് കയ്യിലെടുത്തിട്ട് സെറാവത്ത് അവനെയും പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് ഓടുന്നു. രണ്ടുപേരും കൂടിയാണ് ബാക്കി പാട്ട് പാടിയത്. ടൈൻ്റെ അമ്മയ്ക്ക് അവരുടെ റിലേഷനിൽ എതിർപ്പൊന്നുമില്ല. മകന്റെ സന്തോഷമാണ് വലുത് എന്ന് ആ മുഖം കണ്ടാൽ അറിയാം. അച്ഛൻ്റെ ചിരിക്ക് അത്ര തിളക്കം പോരാഞ്ഞെങ്കിലും മകന്റെ ഇഷ്ടത്തെ എതിർക്കാതെ പൊരുത്തപ്പെടാൻ അദ്ദേഹം തയ്യാറാണെന്ന് ഊഹിക്കാം. എന്തായാലും ടൈനും സെറാവത്തിനും അതിനെക്കുറിച്ചുള്ള ടെൻഷനൊന്നുമില്ല. രണ്ടുപേരും ആസ്വദിച്ച് പാടുകയാണ്. അവസാനം അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നുമുണ്ട്. സിനിമയുടെ അവസാനം ഞങ്ങളുടെ ഈ ബന്ധം എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല.
ചിലപ്പോൾ 20 വർഷം, ചിലപ്പോൾ 30, അല്ലെങ്കിൽ ചിലപ്പോൾ 40, അതുമല്ലെങ്കിൽ 60. എത്ര വർഷങ്ങൾ കടന്നുപോയാലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്.